നമുക്ക് ഫ്ലട്ടറിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഹോസ്റ്റ് ചെയ്യാൻ നോക്കിയാലോ? നമ്മളെപ്പോഴും ഫ്ലട്ടർ വെബ് എന്ന് കാണലുണ്ട്, പറയലുണ്ട്. ഞാൻ ഫ്ലട്ടർ വെബിൽ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. ഇത് നമ്മളൊരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലട്ടർ വെബിൽ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കത് ആക്ച്വലി ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൻ്റെ ഒരു ഡിസൈൻ ഫിഗ്മയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് മൈ ഫിഗ്മ ഡിസൈൻ. മേ ബി ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല, ഞാൻ എനിക്കറിയുന്ന ഫിഗ്മ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് നമുക്കൊന്ന് ഫ്ലട്ടറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു മൊബൈൽ വേർഷൻ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു ബാക്ക് എൻഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് അപ്ഡേറ്റ് ചെയ്യണം, നമ്മളുടെ ഈ ഹീറോ സെക്ഷനിലുള്ള അല്ലെങ്കിൽ ഹെഡർ സെക്ഷനിലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, പുതിയ പ്രൊജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം, ദെൻ നമ്മളെ CV നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഞാനിതൊക്കെ ഡമ്മി ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. അഡ്രസ്സ്, ഫോൺ നമ്പർ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിതിൽ ഫയർ ബേസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ മീഡിയ ക്വറീസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ലാർജ് സ്ക്രീൻ, ദെൻ എ മൊബൈൽ സ്ക്രീൻ. ദെൻ ഒബ്വിയസ്ലി ടാബ്ലറ്റ് ഇതിൻ്റെ ഇടയിൽ ലാർജ് സ്ക്രീൻ എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് നമ്മളെല്ലാം മീഡിയ ക്വറി വെച്ച് എഴുതാൻ നോക്കാം. അപ്പോൾ നമുക്ക് റെസ്പോൺസീവായി കിട്ടുമോ നോക്കാം. ഇതൊരു ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. അതായത് ഇത് വെച്ചിട്ടൊരു നമുക്ക് ആക്ച്വലി HTML-ഉം CSS-ഉം വെച്ച് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് വെച്ച് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇതാണോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതല്ല നമ്മൾ നോർമലി ചെയ്യുന്ന HTML, CSS, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ളതാണോ എന്നാണ് നമ്മൾ കമ്പാരിസൺ ആണ്. ആക്ച്വലി ഞാൻ HTML വേർഷൻ ചെയ്യുന്നില്ല, ഫ്ലട്ടർ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് മൊബൈലിൽ കാണുമ്പോഴും ലാർജ് സ്ക്രീനിൽ കാണുമ്പോഴും അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലിലൊക്കെ ചെറിയ മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടില്ല. മേ ബി ഈ സെക്ഷൻസ് ഒക്കെ അതേപോലെ മാറ്റം ഇതിനകത്ത് എന്ത് വരും നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ ഞാനൊരു ചെറിയ ഡിവൈഡറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ആ ചേഞ്ച് എങ്ങനെ ഇതിനകത്ത് വരും എന്ന് നോക്കാൻ വേണ്ടിയാണ്. അതായത് ഫ്ലട്ടർ വെബ് ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ആരൊക്കെ ഫ്ലട്ടർ വെബിൽ റിയൽ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തെന്ന് എനിക്കറിയില്ല. അതിന് കുറേ സ്റ്റേബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് ഡ്രോബാക്കുകളൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാം. അതിനകത്ത് SEO വന്നിട്ടില്ല, അങ്ങനത്തെ കാര്യം. ലെറ്റ്സ് ട്രൈ ടു ഡു ദിസ്. ഇത് നമുക്കൊരു ഫയർ ബേസ് ഹോസ്റ്റിംഗ് അല്ലാണ്ട് ആക്ച്വലി എനിക്കുള്ള ഏതെങ്കിലും ഒരു സെർവർ എടുത്തിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റിംഗിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എൻ്റെ കയ്യിൽ നെയിം ചീപ്പാണുള്ളത്, നെയിം ചീപ്പിൽ ഇത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഫയർ ബേസ് നമ്മൾ ഒബ്വിയസ്ലി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത് ചെയ്തിട്ടൊന്നുമില്ല, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കൂടെ ഞാൻ ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡ് ചെയ്ത് തുടങ്ങാം. ഇതിനകത്ത് ഈ ഡിസൈൻ ഒന്ന് നോക്കുക. ഈ ഡിസൈനിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. ലെറ്റ് മീ ഓപ്പൺ ദിസ് ഇൻ മൈ പെയിൻറ്റ്. അപ്പോൾ എനിക്കത് വരച്ച് കാണിക്കാമല്ലോ. ഞാനിവിടെ കുറേ ഡിസൈൻസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അവസാനം ഞാൻ തന്നെ ഒരെണ്ണം എഴുതിണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈ ഹോം പേജ്. ഓക്കെ, ദിസ് ഇസ് മൈ ഹോം പേജ്. ആൻഡ് ഫസ്റ്റ് നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഏത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോർമലി CSS-ഉം HTML-ഉം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് സെമാൻറ്റിക് എലമെൻസും അല്ലെങ്കിൽ ഡിവും ഹെഡർ സെക്ഷനും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തുണ്ട്, യു ഹാവ് എ ഹെഡർ സെക്ഷൻ ഹിയർ. ആൻഡ് ദിസ് ഇസ് ഞാനിത് ആപ്പ് ബാർ ഒന്നും വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരു ഹെഡർ സെക്ഷൻ ഉണ്ട്. ആ ഹെഡർ സെക്ഷൻ അകത്ത് നമുക്ക് എന്തുണ്ട്, ഒരു റോ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ റോയിൽ നമുക്കൊരു ടൈറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് എ മെനു സെക്ഷൻ. ദെൻ ഒബ്വിയസ്ലി നമുക്കൊരു കോണ്ടാക്ട് സെക്ഷൻ വേണം. ദെൻ പിന്നെ അതിൻ്റെ താഴെ നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ഇതെല്ലാം കിടക്കുന്നത് ഒരു മെയിൻ കണ്ടെയ്നർ എന്നാണ്. ഈ ബ്ലൂ കണ്ടെയ്നർ. ആൻഡ് അതിവിടെ ഉണ്ട്. ഞാനതിന് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെന്ത് ചെയ്യണം, ഈ കണ്ടെയ്നറിന് ഒരു പാഡിങ് വേണം. ഓക്കെ, ആ പാഡിങ് കഴിഞ്ഞിട്ട് ആ പാഡിങ് നമ്മൾ ത്രൂ ഔട്ട് ആ പാഡിങ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കാൻ പോകുന്നത്. ലൈക്ക് മൊത്തത്തിൽ എന്താണ് ആ ഒരു പാഡിങ് ലീവ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ഡിഫൈൻ സം പാഡിങ്. ആൻഡ് ആ പാഡിങ്
നമുക്ക് മീഡിയ കൊറിയെ ബേസ് ചെയ്തിട്ട് നമുക്കത് എടുക്കണം. ഇവിടെ നമ്മളുടെ ഈ ഒരു സെക്ഷൻ ഇതൊരു ഹെഡർ സെക്ഷൻ. ദെൻ അതിന്റെ താഴെ നമുക്ക് എന്തുണ്ട്, യു ഹാവ് എ ഹീറോ സെക്ഷൻ, ദെൻ യു ഹാവ് എബൌട്ട് സെക്ഷൻ ഉണ്ട് ഇവിടെ, എബൌട്ട് എന്നുള്ളത്. ദെൻ ഇതിന്റെ താഴെ നമുക്ക് നമ്മൾ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കാണിക്കുന്ന ഒരു സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ നമ്മൾ സ്കിൽസ്, അങ്ങനെ ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ കമ്പോണന്റ് ആയിട്ട് ആണ് എഴുതേണ്ടത്, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെ. അതല്ലെങ്കിൽ കസ്റ്റം കമ്പോണന്റ്, കസ്റ്റം ക്ലാസ്സസ് ആയിട്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മീഡിയ കൊറി മാറുന്നതനുസരിച്ച്, മീഡിയ ബ്രേക്ക് പോയിന്റ്സ് മാറുമ്പോൾ അത് പിന്നെയും നമുക്ക് എഴുതാൻ കഴിയില്ല, നമ്മളത് റീയൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഉദ്ദേശം. ആൻഡ് ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഡാറ്റ ഒക്കെ നമുക്ക് എവിടുന്ന് വരണം, ഫയർബേസിൽ നിന്ന് വരണം. നമ്മൾ ഇതിനെ ഒരു കളക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മളുടെ നമ്മളുടെ ഹീറോ സെക്ഷൻ. ദെൻ മെനു നമ്മൾ ആൾട്ടർ ചെയ്യുന്നില്ല, എബൌട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ഒറ്റ കളക്ഷൻ ഉണ്ടാക്കുന്നു, എന്നാൽ അതിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫീൽഡ് എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്ത് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, പ്രോജക്ട്സ് കംപ്ലീറ്റഡ് നമുക്ക് വേറെ ഒരു കളക്ഷൻ ഉണ്ടാക്കാം, അതിലേക്ക് ആഡ് ചെയ്യാം. ദെൻ കോൺടാക്ടസും അതേപോലെ കളക്ഷൻസ് ഉണ്ടാക്കാം. ആൻഡ് ഇതിന് ഇൻഡിവിജ്വൽ പേജസ് നമുക്ക് പറ്റുമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എബൌട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എബൌട്ട് അസ് പേജ്, ഡീറ്റെയിൽ പേജ് വേണം. പ്രൊജക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രൊജക്ട്സ്, ഒരു സിംഗിൾ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽ പേജ്. ദെൻ സ്കിൽസ്, നമുക്ക് അങ്ങനെ ഡിഫറെന്റ് ഡീറ്റെയിൽ പേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ വരച്ചിട്ടില്ല സത്യത്തിൽ, ബിക്കോസ് ഇത് വരയ്ക്കാൻ കുറേ സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ അത് വരച്ചിട്ടില്ല. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെലക്ട് യുവർ പാത്ത്. ദെൻ ഇവിടെ നമുക്ക് പോർട്ട്ഫോളിയോ, ഓക്കെ, പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഞാൻ പേര് കൊടുത്തു. ആൻഡ് ഐ ഡോണ്ട് നീഡ് വിൻഡോസ് ആൻഡ് ഐ ഡോണ്ട് നീഡ് ലിനക്സ്. ഐ എം ജസ്റ്റ് ലീവിങ് ആൻഡ്രോയിഡ് ഹിയർ. ഐ എം ഗോയിങ് ടു റിമൂവ് എവറി അതർ തിങ്. ഐ ജസ്റ്റ് നീഡ് മാക്. No, I don't need Mac. I just need web. Okay, and you can describe your project. And I think I'm going to have a package name for this. Okay, then create your project. അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയുന്നതാണല്ലോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ആൻഡ് അത് ക്രിയേറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ ഒരു ഫോൾഡർ സ്ട്രക്ചർ ഉണ്ടാക്കണം. ഞാൻ പ്രൊവൈഡർ ഉപയോഗിക്കുന്നുണ്ട് സ്റ്റേറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി, ആൻഡ് ഫയർബേസ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളിതിൽ ഇനീഷ്യലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രൊജക്ട് സെറ്റപ്പ് നമ്മളൊന്ന് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു റൈറ്റ് സം കോഡ്. ഓക്കെ, ദെൻ റിമൂവ് ദിസ് തിങ്. ആൻഡ് ഫസ്റ്റ് ഐ എം ഗോയിങ് ടു പ്രൊജക്ട് ലെവലിൽ പോവാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിനകത്ത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. 1-2 ഇമേജസ് നമുക്ക് ആവശ്യമുണ്ട്, കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ കണ്ടന്റ് ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ അസറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കി. ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഐ എം ഗോയിങ് ടു ഹാവ് വൺ മോർ ഫോൾഡർ കോൾഡ് IMG ഓർ ഇമേജസ്, സോറി. ആൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യണം IMG. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കമൻസ് ഒക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെ കമൻസ് ആണ്, നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാൻ കഴിയും. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വേറെ കണ്ടന്റ് ഒന്നും റിമൂവ് ആയി പോകരുത്. അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റിന്റെ സെറ്റിംഗ്സ് ഫയലാണിത്, അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിനെ അത് ബാധിക്കും. ഓക്കെ, ദെൻ റിമൂവ് ദിസ് തിങ്. ആൻഡ് ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്കിത് കാണുമ്പോൾ കുറേ കണ്ടന്റ് ക്ലട്ടേർഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് അസെറ്റ് മാർക്ക് ചെയ്യണം. സോ ഈ അസെറ്റ് ഫ്ലട്ടർ എന്നുള്ളതിന് അണ്ടറിലാണ് ഈ അസെറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹാഷ് ഒഴിവാക്കി, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്യുക, ഒരേ ലൈനിൽ കൊണ്ടുവരിക, എന്നിട്ട് ടാബ് പ്രസ് ചെയ്യുക. ദെൻ സ്പെസിഫൈ യുവർ പാത്ത്. ഈ എഴുതിയ അസെറ്റ്സ് ആണ് ഈ അസെറ്റ് എന്നുള്ളത്. ഈ അസെറ്റ് ഈ ലാംഗ്വേജിൽ, ഈ YAML ലാംഗ്വേജിൽ കീവേഡ് ആണ് അസെറ്റ്സ് എന്നുള്ളത്. ദെൻ മാർക്ക് യുവർ അസെറ്റ് ഹിയർ ആൻഡ് ദാറ്റ് ഷുഡ് ബി IMG. ഓക്കെ, ദെൻ ഇത്രയും മതി. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പാക്കേജസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ കുപ്പോട്ടിനോട് അടിയിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ആക്ച്വലി നമുക്ക് ഇവിടെ പാക്കേജസ് വേണം പല കാര്യങ്ങൾക്കും, എസ്പെഷ്യലി ഫയർബേസിനൊക്കെ നമുക്ക് പാക്കേജസ് വേണം. ഇനീഷ്യലി നമ്മൾ ആ ഫയർബേസ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല, ലേറ്റർ നമ്മൾ ഈ പ്രൊജക്റ്റ് ഒന്നിങ്ങനെ മൂവായി വരുമ്പോഴായിരിക്കും നമ്മൾ ഫയർബേസ് കണക്ട് ചെയ്യുന്നത്. റൈറ്റ് നൗ എനിക്ക് ഇത് ആവശ്യമില്ല. ലെറ്റ് മീ ആഡ് വൺ പാക്കേജ് കോൾഡ് ഫോണ്ട് ഓസം. ഓക്കെ, ഐ നീഡ് ഫോണ്ട് ആൻഡ് ഐ നീഡ് ഗൂഗിൾ ഫോണ്ട്സ് ഓൾസോ. ഗൂഗിൾ ഫോണ്ട്സ്. ഓക്കെ,
ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടുന്നാണ് ആഡ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് എറേഴ്സ് ഒന്നും ഇല്ലാതിരിക്കാം, നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് വേർഷൻ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോ ടു ടെർമിനൽ, ഫ്ലട്ടർ പബ് ആഡ് ഫോണ്ട് അണ്ടർസ്കോർ ഓസം അണ്ടർസ്കോർ ഫ്ലട്ടർ, ദെൻ ഗൂഗിൾ അണ്ടർസ്കോർ ഫോൺസ്. ഓക്കെ, 2 പാക്കേജാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഐ തിങ്ക് ഐ ഹാവ് സം മിസ്റ്റേക്സ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആൻഡ് റിമെമ്പർ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ഇതാണ് ഫോണ്ട് അണ്ടർസ്കോർ ഓസം അണ്ടർസ്കോർ ഫ്ലട്ടർ എന്നാണ്. Okay, and this is the package, and let me take it out and remove this thing. And version fail ആയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഫോണ്ട് ഓസം ഞാൻ പേസ്റ്റ് ചെയ്തു ഇവിടെ. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്ത സ്പെല്ലിംഗ് തെറ്റുണ്ടായിരുന്നു, ഓസം എന്നുള്ള വാക്കിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഗൂഗിൾ ഫോൺസ് വേണമെങ്കിൽ ഇവിടെ വേർഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഗൂഗിൾ ഫോൺസ്. ഓക്കെ, ഞാൻ ആഡ് ചെയ്തു. ദെൻ പബ്ഗെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ പാക്കേജ് തേർഡ് പാർട്ടി ഡിപ്പെൻഡൻസീസ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ LIB ഫോൾഡറിൽ വി നീഡ് ടു ക്രിയേറ്റ് ദ ഫോൾഡർ സ്ട്രക്ചർ. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, വി ആർ ഗോയിങ് ടു ഹാവ് സം സ്ക്രീൻസ്. ഇതിനകത്തുണ്ട് സ്ക്രീൻസ് ഫോൾഡർ ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് എന്തുണ്ടായിരിക്കും, മോഡൽസ് ഫോൾഡർ ഉണ്ടായിരിക്കും നമ്മുടെ ഡാറ്റ മോഡലിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഫയർബേസ് മോഡൽ വഴിയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറൊരു ഡയറക്ടറി വേണ്ടത് നമുക്ക് എന്ത് വേണം, സർവീസസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി വേണം. പ്രൊവൈഡർ ഓ സർവീസസ് തന്നെ കൊടുക്കാം, സർവീസസ്. ഇതിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ സർവീസ് ക്ലാസ് എഴുതാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യു ക്യാൻ ഹാവ് ദാറ്റ് പ്രൊവൈഡർ വ്യൂ മോഡൽ വെച്ചിട്ട് എഴുതുമ്പോൾ നമ്മൾ മോഡൽ വ്യൂ മോഡൽ ഉണ്ടായിരിക്കും. അതിന് പകരം ലെറ്റ് മീ റീനെയിം ദിസ് ടു വ്യൂ മോഡൽ, റീഫാക്ടർ റീനെയിം, ആൻഡ് ദിസ് ഇസ് വ്യൂ മോഡൽ. ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആക്ച്വൽ നമ്മളുടെ പ്രൊവൈഡറിന്റെ കാര്യമൊക്കെ എഴുതാൻ പോകുന്നത്. ഓക്കെ, ദെൻ സ്ക്രീൻസിന്റെ ഉള്ളിൽ നമുക്ക് ഡിഫറെന്റ് സ്ക്രീൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇനീഷ്യലി നമുക്കൊരു സ്ക്രീൻ വേണം, അതിന്റെ പേര് ഹോം അണ്ടർസ്കോർ പേജ് ഓഫ് സ്ക്രീൻ. ഓക്കെ, ദെൻ ഞാൻ ഒരു ഡോട്ട് ഫയലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാക്കി. ഇനി നമ്മൾ ഡീറ്റെയിൽസ് പേജസ് വരുമ്പോൾ എന്ത് ചെയ്യും, അതനുസരിച്ച് പേജസ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും, വി ഹാവ് സംതിങ് കോൾഡ് കോർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ, അല്ലെങ്കിൽ കോമൺ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ദെൻ വി നീഡ് സംതിങ് കോൾഡ് യൂട്ടിൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ദെൻ സം യൂട്ടിലിറ്റി സർവീസസ്, നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ തീം സർവീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഡാർക്ക് ലൈറ്റ് മോഡ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് അതിനകത്ത് എഴുതാം. ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മളെ കമ്പോണൻസിന് വേണ്ടി നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാം. ലെറ്റ് മീ ഹാവ് എ ഫോൾഡർ കോൾഡ് വിഡ്ജറ്റ്സ്. ഓക്കെ, വിഡ്ജറ്റ്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി. ഇതിനുള്ളിലാണ് നമ്മൾ ആ കമ്പോണൻസ് മൊത്തം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്ക്രീൻസ് തന്നെ ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ഹോം പേജ് ഉണ്ട്, നമുക്ക് ഡെസ്ക്ടോപ്പ് ഉണ്ട്, ദെൻ നമ്മളുടെ മൊബൈലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് യു ക്യാൻ ഹാവ് എ ഡയറക്ടറി കോൾഡ് മൊബൈൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഉണ്ടാക്കാം. ഇവിടെ വന്നിട്ട് യു ക്യാൻ ഹാവ് അനദർ ഡയറക്ടറി കോൾഡ് ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഇതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹോം പേജ് ഒരു കോമൺ പേജാണ്. ഈ പേജിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത് ആള് ഇപ്പൊ റൈറ്റ് നൗ എവിടെയാണുള്ളത്. ഹോം പേജ് എന്ന് പറയുന്നത് മൊബൈലിലാണോ അതല്ല ലാർജ് സ്ക്രീനിലാണോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലേഔട്ട് ബിൽഡർ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അയാൾക്ക് ലേഔട്ട് റെൻഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മളുടെ മെയിൻ ഡോട്ട് ഡാറ്റിൽ എന്ത് ചെയ്യണം, മെയിൻ ഡോട്ട് ഡാറ്റിൽ കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബോയിലർ പ്ലേറ്റ് കോഡൊക്കെ ഉണ്ടാവും. ആൻഡ് റിമൂവ് എവറിത്തിങ്, ആൻഡ് ഐ എം ഗോയിങ് ടു റിമൂവ് എവറിത്തിങ് ഫ്രം ദിസ് ഹിയർ. ഓക്കെ, ആൻഡ് ആരെങ്കിലും ആദ്യമായിട്ട് ഫ്ലട്ടർ തുടങ്ങുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇമ്പോർട്ട് എ പാക്കേജ്. ഇഫ് യു ആർ ഫോളോയിങ് മെറ്റീരിയൽ ഡിസൈൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, മെറ്റീരിയൽ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ദെൻ മെയിൻ ഫംഗ്ഷൻ ആണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വോയിഡ് മെയിൻ കോൾ ചെയ്യണം. ദെൻ വോയിഡ് മെയിൻ എന്ത് ചെയ്യും, റൺ ആപ്പിനെ കോൾ ചെയ്യും. റൺ ആപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ഈ മെറ്റീരിയൽ പാക്കേജ് എന്ന് വരുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ കുപ്പർട്ടിനോ പാക്കേജ് എന്ന് വരുന്ന മെത്തേഡാണ്. നമുക്ക് എന്ത് വേണം, റൺ ആപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സ്ക്രീനിൽ ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുത്ത ക്ലാസ്സിൽ എന്ത് വിഡ്ജറ്റ് ട്രീ ആണോ ബിൽഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അത് സ്ക്രീനിൽ റെൻഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ആരുടെ റെസ്പോൺസിബിലിറ്റി, റൺ ആപ്പ് എന്നുള്ള മെത്തേഡിന്റെ റെസ്പോൺസിബിലിറ്റി. റൺ ആപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നത് വിഡ്ജറ്റ് ടൈപ്പുള്ള ഒരു പാരാമീറ്റർ ആണ്. ഞാൻ അവിടെ ഒരു
ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ക്ലാസ് നമ്മൾ റൈറ്റ് നൗ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ താഴെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ സ്റ്റേറ്റ്ലെസ് ക്ലാസ് കോൾഡ് മൈ ആപ്പ്. ഓക്കെ, ദെൻ ഈ മൈ ആപ്പ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഷുഡ് ബി എ മെറ്റീരിയൽ ആപ്പ്. ഓക്കെ, മെറ്റീരിയൽ ആപ്പ്. മെറ്റീരിയൽ ആപ്പ് ദിസ് എ വിഡ്ജറ്റ്, ദിസ് എ റൂട്ട് വിഡ്ജറ്റ്. ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. റൺ ആപ്പിലേക്ക് കോൾ ചെയ്തത് ഏത് ക്ലാസ്സിനെയാണോ, ഏത് ക്ലാസ്സിന്റെ കൺസ്ട്രക്ടറിനെയാണോ കോൾ ചെയ്തേക്കുന്നത്, ആ ക്ലാസിന്റെ ബിൽഡ് മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? മെറ്റീരിയൽ ആപ്പ് ആയിരിക്കും. ഓക്കെ, അതാണ്. ഇതല്ലാണ്ട് വരാട്ടോ. അതായത് ഇവിടെ നമുക്ക് പ്രൊവൈഡർ ഉള്ളപ്പോൾ നമ്മൾ ഇതിനെ റാപ്പ് ചെയ്ത് പ്രൊവൈഡർ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു ആപ്പിൽ നോർമലി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആപ്പ് ഉണ്ടായിരിക്കുള്ളൂ റൂട്ടിൽ. ഈ മെറ്റീരിയൽ ആപ്പ് ഒരു ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് ആണ്. എന്ത് മെറ്റീരിയൽ ആപ്പ്? മെറ്റീരിയൽ ആപ്പിന് നമ്മൾ പാസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഒക്കെ അത് എന്ത് ചെയ്യും? ആ ട്രീയിൽ മൊത്തം എന്ത് ചെയ്യും? ഇൻഹെറിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഞാനിവിടെ മെറ്റീരിയൽ ആപ്പിന്റെ ചൈൽഡിന്റെ പേര് സിംഗിൾ ചൈൽഡ് വിഡ്ജറ്റ് ആണ്. ഹോം എന്നാണ് അതിന്റെ ചൈൽഡിന്റെ പേര്. ഈ ഹോമിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഐ എം ഗോയിങ് ടു കോൾ സംതിങ് കോൾ ഹോം പേജ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആ ഹോം പേജ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഇമ്പോർട്ട് മെറ്റീരിയൽ ഡോട്ട് ദെൻ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ സ്റ്റേറ്റ്. റൈറ്റ് നൗ നമുക്ക് സ്റ്റേറ്റ്ലെസ് ക്രിയേറ്റ് ചെയ്യാം. ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇയാളുടെ ഡാറ്റയൊക്കെ നമുക്ക് എടുക്കേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഇനിറ്റ് സ്റ്റേറ്റ് ഒക്കെ വേണം. സ്റ്റേറ്റ്ലെസ് തന്നെ പോവാം. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ഹോം പേജ്. നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്റ്റേറ്റ് ഹോം പേജ് എന്ന് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ സ്കഫോൾഡ്. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് ഇനീഷ്യൽ സെറ്റപ്പ്. ആൻഡ് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു എറർ ഉണ്ടായിരിക്കും. ഇതിന് കാരണം ഇത് വേറൊരു ക്ലാസ്സിലാണ് കിടക്കുന്നത്. ഇങ്ങനൊരു ക്ലാസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഈ ലൈബ്രറിക്ക് ഒരു ഡാട്ട് ഫയലിന് ഡോട്ട് ഡാട്ട് ഫയലിനെയാണ് ഒരു ലൈബ്രറി എന്ന് പറയുന്നത്. ആ ലൈബ്രറിയിൽ ഈ ക്ലാസ് ഈ ലൈബ്രറിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് സംവേർ വേറൊരു ലൈബ്രറിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. മാനുവലി എന്ത് ചെയ്താൽ മതി? ഇമ്പോർട്ട് പാക്കേജ്. ദെൻ നമ്മുടെ പ്രൊജക്ടിന്റെ പേര് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്നാണ്. അതിൽ എവിടെയാണ് ഇത് കിടക്കുന്നത്? സ്ക്രീൻസിന്റെ ഉള്ളിൽ ഹോം പേജ് ആണ് കിടക്കുന്നത്. അപ്പൊ ഇത്രയും പാത്ത് നമ്മൾ എഴുതുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇതിനകത്തുള്ള ഇന്റലിജൻസ് ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ റെഡ് ബൾബ് ഹൈലൈറ്റ് ചെയ്യുന്ന കാണാം. ഇതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഇമ്പോർട്ട്. ഓക്കെ, നൗ യു ഡോണ്ട് ഹാവ് എനി എറേഴ്സ് ഹിയർ. ഇവിടെ ഓൾറെഡി എന്ത് വരും? ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ബേസിക് സെറ്റപ്പ്. ഇനി ഇത് റൺ ചെയ്യാൻ വേണ്ടി ഇത് ആദ്യമായിട്ട് ഫ്ലട്ടർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെയും കൂടി ഉദ്ദേശിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. മേ ബി ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതിനകത്ത് ഇനി നമ്മൾ ഇത് റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാലോ, നമ്മൾ എഴുതിയ കോഡ് ഔട്ട്പുട്ട് കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് വേണം. അപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി HTML കോഡ് എഴുതി അത് കാണുന്നത് ബ്രൗസറിലായിരിക്കും. ഇവിടെ നമ്മൾ ഇതിന്റെ വെബ് ഔട്ട്പുട്ട് ആണ് കാണണമെങ്കിൽ നമുക്കൊരു ബ്രൗസർ വേണം. ഇതിന്റെ ആൻഡ്രോയിഡ് ആപ്പായിട്ടാണ് ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമുക്കൊരു ഫോൺ വേണം. റൈറ്റ് നൗ നമുക്ക് വെബാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വെബിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കമാൻഡ് ലൈനിൽ വന്നിട്ട് ഫ്ലട്ടർ കമാൻഡ് ഉപയോഗിച്ച് റൺ ചെയ്യാം. ഫ്ലട്ടർ റൺ -d ക്രോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനകത്ത് എന്ത് ചെയ്യും? ക്രോമിൽ റണ്ണോ. ഇവിടെ ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ക്രോമിന് വേണ്ടി ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഡീബഗ് മോഡിൽ എന്ത് ചെയ്യും? ഗൂഗിൾ ക്രോമിൽ ഇത് ഓപ്പൺ ആയി വരും. ഇതാണ് നമ്മളുടെ പേജ് ഓപ്പൺ ആയി വന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം യുവർ പ്രൊജക്ട് നെയിം. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് എന്നാണ് വന്നത്. ലെറ്റ് മീ ഹാവ് ദാറ്റ് ഹിയർ. ഐ എം ഗോയിങ് ടു ഹാവ് എ ടൈറ്റിൽ. മെറ്റീരിയൽ ആപ്പിന് ടൈറ്റിൽ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഷുഡ് ബി നമ്മളിവിടെ എന്ത് ചെയ്യാണ്? പോർട്ട്ഫോളിയോ എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതല്ലെങ്കിൽ ഇതാണ് നമ്മൾ ടൈപ്പ് മൈ വെബ് പേജ്. ഇവിടെ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമ്മളുടെ ടൈറ്റിലായിട്ട്. Ctrl+X അടിച്ചാൽ റീലോഡ് ആവും. വെബിലെല്ലാം റീലോഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഹോട്ട് റീലോഡ് അടിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ബിൽഡ് മെത്തേഡ് പിന്നെ റൺ ആവും. ഹോട്ട് റീസ്റ്റാർട്ട് അടിച്ചാലും എന്ത് ചെയ്യും? ഇത് സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ ഈ വെബിൽ ഹോട്ട് റീലോഡും ഹോട്ട് റീസ്റ്റാർട്ടും ഒക്കെ എന്താണ്? റീസ്റ്റാർട്ട് തന്നെയാണ് ആക്ച്വലി. ആ പേജ് മൊത്തത്തിൽ റിഫ്രഷ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ ബിൽഡ് മെത്തേഡ് ഒന്നുകൂടി റീറൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മളുടെ പേജിൽ എന്തുണ്ടായിരിക്കും? ഞാൻ ഇവിടെ കൊടുത്ത ഇത് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മളുടെ ഈ ഒരു ഐക്കൺ എടുത്തിട്ടുണ്ട്. ഈ ഐക്കൺ ആക്ച്വലി ഇത് എടുത്തേക്കുന്ന എവിടുന്നാന്ന് നോക്കുക. ഇവിടെ കണ്ടോ? ഫേവ് ഐക്കൺ ഇതാണ്. ഈ ഐക്കൺ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി
ആ റീപ്ലേസ് ചെയ്ത ഐക്കൺ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. ഈ ഐക്കണാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീപ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം ഹെഡ് സെക്ഷനകത്ത് ഐക്കൺ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ കണ്ടോ image/png എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഫേവ് ഐക്കൺ .png എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഹാവ് യുവർ ഓൺ ഫേവ് ഐക്കൺ. നമ്മളത് പിന്നീട് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോഴേക്കൊക്കെ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഹോം പേജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, യു ഹാവ് സം കളേഴ്സ് ഹിയർ. ഇവിടെ നമ്മൾ കുറച്ച് കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കളേഴ്സും നമുക്ക് കിട്ടണം. ആൻഡ് ദീസ് ആർ ദ കളേഴ്സ് ഐ ഹാവ് യൂസ്ഡ്. വി ഹാവ് എ പ്രൈമറി കളർ, ബട്ടൺ കളർ, സെക്കൻഡറി കളർ ആൻഡ് സബ് ടൈറ്റിൽ കളർ, ദെൻ സം അതർ കളേഴ്സ് ആർ ദർ. അപ്പോൾ നമ്മൾ ഈ കളേഴ്സ് ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ലെറ്റ് മീ ഹാവ് ദ ടേക്ക് ദ കോർ പേജ്, കോർ ഫോൾഡർ, ഓപ്പൺ ദ കോർ ഫോൾഡർ. And here I am going to have new. ഇവിടെ എന്ത് ചെയ്യുക, ഈ കോറിനകത്ത് വന്നിട്ട് I am going to have a dart file called. നിങ്ങൾക്ക് തീം എഴുതാം. ഞാൻ ഇപ്പോൾ തീം അത്രയും കോംപ്ലക്സിറ്റിയിലേക്ക് പോകുന്നില്ല, തീം എഴുതുന്നില്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, colors.dart എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാക്കി. ഇതിനകത്ത് ഇമ്പോർട്ട് മെറ്റീരിയൽ, ബിക്കോസ് കളേഴ്സ് എല്ലാം വരുന്നത് മെറ്റീരിയൽ പാക്കേജ് എന്നാണ്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു കളർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, മെറ്റീരിയൽ പാക്കേജ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തു. ഐ എം ഗോയിങ് ടു ഹാവ് ഫൈനൽ കളർ ടൈപ്പിൽ പ്രൈമറി കളർ ഈക്വൽ ടു, യു ക്യാൻ കോപ്പി ദാറ്റ് കളർ കോഡ് എങ്ങനെ ആഡ് ചെയ്യും. കളേഴ്സ് 2 ക്ലാസ് എന്നാണ് വരുന്നത്. ഒന്ന് നെയിംഡ് കളേഴ്സ് ആണ്, ദാറ്റ് ഈസ് colors.red, colors.green എന്ന് പറഞ്ഞ് കൊടുക്കാം. നിങ്ങൾക്ക് കളർ കോഡാണ് വേണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് ദിസ് തിങ് 0xff. ഓക്കെ, 0x എന്ന് പറഞ്ഞാൽ അതിന്റെ ഹെക്സാഡെസിമലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഹാഷിന് പകരം എന്ന് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം. FF മീൻസ് അതിന്റെ ട്രാൻസ്പെറൻസി ആണ്. അപ്പോൾ 0xXFF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കി കളർ കോഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ കളർ കോഡ് പിക്ക് ചെയ്യാം. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു പിക്ക് ദിസ് ഇസ് എ കളർ കോഡ് FF7069. സോ കം ഹിയർ FF7069 and this is a color, this is a primary color. I think this is not primary color, and this is button color. Primary is 233353 on. Okay, and 233353. This is a primary color. Okay, and why I'm not getting that color? Okay, I don't need this F. Okay, ഇതാണ് നമ്മളുടെ കളർ. ഇനി നമുക്ക് ഈ കളർ ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് കളേഴ്സും ഇവിടെ ആഡ് ചെയ്യാം. ലെറ്റ് മീ കോപ്പി, കൺട്രോൾ ഡി അടിച്ചാൽ എന്ത് വരും, ഒരു ലൈൻ കോപ്പി ചെയ്ത് തരും. സെക്കൻഡറി കളർ, ദാറ്റ് ഷുഡ് ബി നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത കളർ. സെക്കൻഡറി കളർ ഈ കളറാണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഹാവ് ദാറ്റ് കളർ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കളർ എന്ന് പറയുന്നത് ഇതാണ്. ലൈബ്രറിയിൽ പോയി കസ്റ്റം നമ്മളുടെ കളർ കളർ I'll pick that color. ആ കളർ എന്ന് പറയുന്നത് ഇവിടെ ഫില്ല്, ഇവിടെ നിൽക്കാം. ഫില്ല് വന്നിട്ട് ഐ തിങ്ക് സെക്കൻഡറി കളർ എന്ന് പറയുന്നത് അത് നമ്മൾ ആഡ് ചെയ്യാം, ആ കളർ കോഡ്. ആൻഡ് നമ്മുടെ ബട്ടൺ കളർ ഉണ്ട്, അതിനകത്ത് ഉപയോഗിച്ച ബട്ടൺ കളർ. ആ ബട്ടൺ കളർ ഒരു റെഡ് പോലത്തെ ഒരു കളറാണ്. ആൻഡ് if you want you can replace that colors. ഞാൻ ഈ കളർ വെച്ചിട്ട് പോയത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡറി കളർ എന്ന് പറയുന്നത്, ആൻഡ് ലെറ്റ് മീ ഹാവ് ദാറ്റ് കളർ. നമുക്ക് ഇവിടെ നിന്ന് ഒരു കളർ ബുക്ക് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡറി കളർ. ഓക്കെ, നമുക്ക് ഇതാണ് നമ്മുടെ സെക്കൻഡറി കളർ. ദെൻ ഇതിനകത്ത് ഇനി ടെക്സ്റ്റ് കളേഴ്സ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്. ഭാവിയിൽ നമുക്ക് ആ കളേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ വി ഹാവ് ടു യൂട്ടിലൈസ് ദിസ് തിങ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് നോക്കിയാൽ നമ്മുടെ സ്കഫോൾഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതെന്ത് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി ആ ഒരു കളറിൽ വരണം. അപ്പോൾ നമ്മളുടെ ഹോം പേജിൽ വരിക. അപ്പോൾ ഹോം പേജിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഡിസൈനിൽ നമ്മൾ പെയിന്റിൽ വരച്ചിരുന്നല്ലോ. ഇവിടെ നമ്മൾ ഡിസൈനിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഏരിയ അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഏരിയ മൊത്തത്തിൽ എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ കളറിലാണ്. ദെൻ അതിൻ്റെ താഴെ അടുത്ത ഏരിയ വേറൊരു കളറിലാണ്. ഈ രീതിയിലാണ്. ഇത് നമ്മൾ HTML ചെയ്യുമ്പോൾ ഈസിയാണ്. സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്ത് ആ സെക്ഷനെ ടാർഗറ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്തൊക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ ഈ സ്കഫോൾഡ് റിട്ടേൺ ചെയ്യുന്നത്, ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ
നോ നോട്ട് റിട്ടേൺ, അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ഹാവ് എ കണ്ടെയ്നർ ഹിയർ. ഓക്കെ, ഈ കണ്ടെയ്നർ നോ ആക്ച്വലി ഇത് കണ്ടെയ്നർ അല്ലല്ലോ, നമുക്ക് ലേഔട്ട് ബിൽഡർ അല്ലേ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ ലേഔട്ട് ബിൽഡർ. ഓക്കെ, ലേഔട്ട് ബിൽഡർ എന്ത് ചെയ്യും, കോണ്ടെക്സ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. എന്തൊക്കെ ഉണ്ട് നോക്കുക, ബിൽഡർ ഉണ്ടായിരിക്കും, ദെൻ കൺസ്ട്രെയിൻ അക്സെപ്റ്റ് ചെയ്യും, കൺസ്ട്രെയിൻസ്. ഇനി എന്ത് ചെയ്യണം, ഈ കൺസ്ട്രെയിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ബോക്സ് കൺസ്ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് കൺസ്ട്രെയിൻസ് ഡോട്ട് മാക്സ് വിഡ്ത്ത്, ഈ മാക്സ് വിഡ്ത്തിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെൻഡർ ചെയ്യണം. അപ്പോൾ മാക്സ് വിഡ്ത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ 495 ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടേണ്ടത് എന്താണ്, ദാറ്റ് ഷുഡ് ബി നമ്മളുടെ മൊബൈൽ ലേഔട്ട് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്ത് വരണം. മൊബൈൽ ലേഔട്ട് റിട്ടേൺ ചെയ്യണം. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ഈ ക്ലാസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൽസ് നമുക്ക് എന്ത് ചെയ്യണം, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ അവർ ലാർജ് സ്ക്രീൻ ലേഔട്ട് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഈ രണ്ട് ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഇത് എവിടെ ഉണ്ടാക്കും, ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ സ്ക്രീൻസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വി ഹാവ് എ ഡെസ്ക്ടോപ്പ് ഫോൾഡർ ആൻഡ് വി ഹാവ് എ മൊബൈൽ ഫോൾഡർ. ഗോ ടു ദിസ് ഡെസ്ക്ടോപ്പ്, then come here, I'm going to have a dot file here that is large screen layout. Okay, ഐ തിങ്ക് ഇതിലും വളരെ ഈസിയാണ് എന്ത് ചെയ്യാൻ വേണ്ടി, HTML ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും ഫയൽസും ഇത്രയും കാര്യം എഴുതണ്ട. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ്, ഇപ്പം നമ്മളുടെ ഉദ്ദേശം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നാണെങ്കിൽ ഈ പണിയൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമ്മൾ വെബും ആപ്പും മൊബൈൽ ആപ്പും എല്ലാം ഒറ്റ കോഡ് എഴുതി ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഓക്കെ. അതർവൈസ് എന്തായിരിക്കും, നമ്മളൊരു സ്റ്റാൻഡ് അലോൺ വെബ്സൈറ്റ് മാത്രമാണ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കുകയാണത്. മറ്റേത് എന്തായിരിക്കും, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതാണ് എന്ത് ചെയ്യുന്നത്. HTML CSS ജാവാസ്ക്രിപ്റ്റും അതല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കൺവെൻഷനലി നമ്മൾ ചെയ്യുന്ന രീതി തന്നെയാണ് നമ്മൾ വെബ്സൈറ്റ് മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. നിങ്ങൾ മൊബൈൽ ആപ്പും വെബ്സൈറ്റും രണ്ട് ആപ്പും എല്ലാം ടാർഗറ്റ് ചെയ്തിട്ട് ഒറ്റ കോഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദിസ് ഈസ് യുവർ സൊല്യൂഷൻ. ഓക്കെ, സോ അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനും പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹോം പേജ് ഈ സ്ക്രീനിൽ എന്ത് ചെയ്യണം, ഇതേപോലെ I'm going to have material and this should be a stateless widget that should be large screen layout. And ഇത് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, again this is going to return a new page. അതല്ലെങ്കിൽ ന്യൂ പേജ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ that should be a scaffold because നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ സ്കഫോൾഡ് ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ലാർജ് സ്ക്രീൻ ലേഔട്ടിനെ എന്ത് ചെയ്യാണ്, ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ആൻഡ് റൈറ്റ് നോ നമുക്ക് മൊബൈൽ സ്ക്രീൻ ലേഔട്ട് ഇല്ല. അപ്പോൾ ഞാൻ സിമ്പിളി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്കഫോൾഡ് റിട്ടേൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ സ്ക്രീൻ ലേഔട്ട് ചെയ്യുമ്പോൾ അതിനെ മാറ്റും. ഇനി നമ്മൾ എഴുതാൻ പോകുന്നതൊക്കെ എവിടെ ആയിരിക്കും, ഈ ലാർജ് സ്ക്രീൻ ലേഔട്ടിലാണ്, ഇവിടെയാണ് എഴുതാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ ബോഡി, നോട്ട് റിട്ടേൺ ദ ചൈൽഡ് ഇസ് ബോഡി ആൻഡ് കണ്ടെയ്നർ. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ പാരന്റ് കണ്ടെയ്നർ. ഐ ടോൾഡ് യു, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റിലൊരു പാഡിങ് ഉണ്ട്, റൈറ്റിലൊരു പാഡിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പാഡിങ് എത്ര വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ എന്ത് ചെയ്യാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ഗിവ് ഇൻഫൈനൈറ്റ് ഹൈറ്റ്, ഫുൾ ഹൈറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ VH എന്നുള്ള ഹൈറ്റ് കൊടുക്കും, HTML ആണ് വ്യൂ പോർട്ടിന്റെ ഹൈറ്റ്, ആ രീതിയിൽ. ആൻഡ് ഇവിടെ നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നത് വ്യൂ പോർട്ട് വിഡ്ത്ത്. ഒന്നും കൊടുത്തില്ലെങ്കിൽ HTML എന്തായിരിക്കും 100% എടുക്കുക. ഇവിടെ അതേപോലെ 100% വിഡ്ത്ത് നമ്മൾ എടുത്തു. ആൻഡ് ഇത് നമുക്ക് മീഡിയ ക്വറി വെച്ച് ചെയ്യാം. ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ്സ് ട്രൈ ദാറ്റ് വിത്ത് മീഡിയ ക്വറി. ഞാൻ വിഡ്ത്ത് എടുക്കുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ വേരിയബിൾ കോൾഡ് ഫൈനൽ സൈസ് ഈക്വൽ ടു കോൾ ദ മീഡിയ ക്വറി നോട്ട് ദിസ് തിങ്, QUER ക്വറി ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റിനെ വിളിച്ചു ഡോട്ട് സൈസ്. ഓക്കെ, ഇതിൽ രണ്ട് വാല്യൂ ഉണ്ടായിരിക്കും, ഒന്ന് സൈസ് ഡോട്ട് ഹൈറ്റും സൈസ് ഡോട്ട് വിഡ്ത്തും. സോ ഐ എം ഗോയിങ് ടു അസൈൻ ദാറ്റ്, I'm going to take the width of this thing and I'm going to assign this with width. Okay, and if you want to know what is the width of this thing, you can just write a print here, print size dot width കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ let me reload this thing.
ഇതാണ് നമ്മളെ പേജ്. ഇവിടെ കണ്ടോ, യു ഹാവ് 1036 എന്ന് വന്നു. ആൻഡ് ദിസ് ഇസ് എ വിഡ്ത്ത്. ആൻഡ് ഇഫ് ഐ എക്സ്പാൻഡ് ദിസ് തിങ്, ഇവിടെ എന്തുണ്ടായിരിക്കും, യു ഹാവ് 1536. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വിഡ്ത്ത് നമുക്ക് ആക്സസ് ചെയ്യുന്നുണ്ട്. ദെൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഐ നീഡ് ടു ഹാവ് സം ഡെക്കറേഷൻസ് ഫോർ ദിസ്. ഡെക്കറേഷൻസ് അല്ല, എസ്പെഷ്യലി അതർ പ്രോപ്പർട്ടീസ് ലൈക്ക് പാഡിങ് വേണം. പാഡിങ് നമ്മൾ നോർമലി കൊടുക്കുന്നത് എഡ്ജ് ഇൻസെക്ട് ഡോട്ട് എല്ലാ സൈഡും വേണം, ഓൾ. ആൻഡ് ലെറ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡിസൈൻ. വി ഹാവ് എ സ്മോൾ പാഡിങ് ഓൺ ടോപ്പ് ആൻഡ് ഈക്വൽ പാഡിങ് ആണെന്ന് വിചാരിക്കാം. മുകളിലും താഴെയും ലെഫ്റ്റൊക്കെ ഞാൻ വരച്ചപ്പോൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. എല്ലായിടത്തും ഈക്വൽ പാഡിങ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാഡിങ് അപ്ലൈ ചെയ്യണം. ഇവിടെ ഞാനൊരു ഫിക്സഡ് വാല്യൂ കൊടുത്തു, 20 എന്ന് കൊടുത്തു. ആൻഡ് ഇവിടെ നമുക്ക് പാഡിങ് ഉണ്ടാക്കും. ഫസ്റ്റ് നമുക്ക് ആ ഒരു ബാനർ ഒന്ന് റിമൂവ് ചെയ്യാം. അവിടെ ഡീബഗ് ബാനർ ഉണ്ടല്ലോ, അത് മെറ്റീരിയൽ ആപ്പിന്റെ പ്രോപ്പർട്ടിയാണ്, മേക്ക് ദിസ് ഫാൾസ്. ഓക്കെ, സോ കം ഹിയർ. നോ യു ഡോണ്ട് ഹാവ് എനി ബാനേഴ്സ്. ആൻഡ് ഇനി നമുക്ക് എന്ത് വേണം, ഇതിനകത്ത് പാഡിങ് വരണം. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാണ്, പാഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ കണ്ടന്റ് വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത്, ആ പാഡിങ് മനസ്സിലാവുന്നത്. അപ്പം ഞാനൊരു ചൈൽഡ് എഴുതുകയാണ്. നമുക്ക് താഴോട്ട് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും, ഇറ്റ് ഷുഡ് ബി എ കോളം. കോളത്തിന് നമുക്കറിയാം ലിസ്റ്റ് ഓഫ് ചിൽഡ്രൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ചിൽഡ്രൻ എഗെയിൻ ഒരു ഫസ്റ്റ് ചൈൽഡ് എഗെയിൻ ഒരു കണ്ടെയ്നർ ആണ്. ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് എനി ഹൈറ്റ് ഹിയർ ബിക്കോസ് ആ ഹൈറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വരണം. കാരണം നമുക്ക് ഇവിടെ കണ്ടന്റ് മാറുന്നതനുസരിച്ച് ഇവിടെ നോക്ക്, ഞാനൊരു ഫിക്സഡ് വാല്യൂ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇത്രയും നമ്മളുടെ എന്താണ് ഇവിടെ വരെ നമ്മളുടെ ആ കണ്ടെയ്നർ ആയിട്ടാണ്. അപ്പൊ ഇത് വരെ, അപ്പൊ ഇത് നമ്മളൊരു ഫിക്സഡ് ഹൈറ്റ് കൊടുത്താൽ നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പിന്നെയും കൂടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും, ആക്ച്വലി നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ റണ്ടർ ഫ്ലക്സർ പഠിക്കും, ഈ ബോക്സിൽ കൊള്ളില്ല എന്ന് പറയും നമ്മൾ ഫയർ ബേസിൽ നിന്ന് അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ നിന്ന് പുതിയ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ അതില്ലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഹൈറ്റ് എന്തായിരിക്കണം, ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി എടുക്കണം. ലൈക്ക് നമ്മളുടെ അതിനുള്ളിൽ വരുന്ന കണ്ടന്റിന്റെ ഹൈറ്റ് എന്താണോ ആ ഹൈറ്റ് അനുസരിച്ച് ഇത് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. പക്ഷെ നമ്മൾ വിഡ്ത്ത് എന്തായിരിക്കണം, വിഡ്ത്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. വിഡ്ത്ത് എന്ന് പറയുന്നത് സൈസ് ഡോട്ട് വിഡ്ത്ത് ആയിരിക്കണം, സൈസ് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, ആൻഡ് ദ കളർ ഷുഡ് ബി, ഞാൻ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻ അകത്ത് എഴുതുകയാണ് ബോക്സ് ഡെക്കറേഷൻ. യു ക്യാൻ സെപ്പറേറ്റ് ദിസ് തിങ്. ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. ബോക്സ് ഡെക്കറേഷൻ എഴുതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ദ കളർ ഷുഡ് ബി നമ്മളുടെ പ്രൈമറി കളറിനെ കോൾ ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ പ്രൈമറി കളർ. ലെറ്റ്സ് ട്രൈ വാട്ട് ഇസ് ദ കളർ ഹിയർ. Okay, let me save this thing. Save it. Now come here, and we don't have that color. Why? Container. Actually നമുക്ക് എന്തില്ല, ഹൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് എന്ത് കളർ ഇല്ലാത്തത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഹൈറ്റ് ഒരു സൈസ് ബൈ 2 കൊടുത്തു, ഹാഫ് ഹൈറ്റ് കൊടുത്തു തൽക്കാലത്തേക്ക്. സൈസ് ഡോട്ട് ഹൈറ്റ് ബൈ 2 ആണ്, ഹൈറ്റ് ബൈ 2 എന്ന് കൊടുത്തു. ആൻഡ് ഇതെന്തുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റിയത്, സൈസ് ഡോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഡബിൾ വാല്യൂ ആണ്. ആ ഡബിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാം. ഈ സ്ക്രീനിന്റെ ഹൈറ്റ് എന്താണോ അതെടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻ ഒരു ഡബിൾ വാല്യൂ ഒക്കെ കിട്ടും. ആ ഡബിൾ വാല്യൂ എടുത്ത് ഹൈറ്റിലേക്ക് അസൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ സേവ് ദിസ് തിങ് ആൻഡ് കം ഹിയർ. നൗ യു ഹാവ് എ ബോക്സ് ഹിയർ. ഓക്കെ, ഇവിടെ ഒരു ഡീഫോൾട്ട് പാഡിങ് ഈ ബ്രൗസർ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. CSS നമ്മൾ ഒരു റീസെറ്റ് അല്ല, ഇത് ഡീഫോൾട്ട് അല്ല, നമ്മൾ കൊടുത്തതാണ്. CSS ആക്ച്വലി എന്ത് വരും, ഒരു റീസെറ്റ് അവിടെ അപ്പിയർ ആവും. റീസെറ്റ് എഴുതി നമുക്ക് അതിനെ റീസെറ്റ് ചെയ്യാം. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദാറ്റ് ഹിയർ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പാഡിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് ആ ഒരു ഡീഫോൾട്ട് ബ്രൗസർ അപ്ലൈ ചെയ്യുന്ന മാർജിനും പാഡിങ്ങും ഒക്കെ ഇവിടെ ഉണ്ടോ. ഞാൻ സേവ് ചെയ്തു, അഗൈൻ സേവ് ചെയ്തു. എന്തായിരിക്കും വരിക നോക്കാം. ദർ ഇസ് നോ സച്ച് തിങ് ഹിയർ. ഇത് ഫുൾ സ്ക്രീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പാഡിംഗ് ഒന്നും ഇവിടെ അപ്ലൈ ആയിട്ടില്ല. അപ്പോൾ ദാറ്റ്സ് ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നോർമൽ ഒരു HTML പേജ് എഴുതുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ റീസെറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക. ഇനി ഇവിടെ നമ്മളൊരു ഫിക്സഡ് വാല്യൂ ആണ് കൊടുത്തത്. ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് തിങ് സൈസ് എന്ന് പറഞ്ഞിട്ട് സൈസിനെ കോൾ ചെയ്തു, വിഡ്ത്തിനെ കോൾ ചെയ്തു, ആൻഡ് സ്റ്റാർ I need ഞാൻ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ വിഡ്ത്ത് എടുത്തിട്ട് അതിന്റെ 12% എന്ത് ചെയ്തു, പാഡിങ് അപ്ലൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് ഈ എഴുതിയേക്കുന്നത്. ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം, ഇത്രയും വന്നു. വിഡ്ത്ത് എടുത്തിട്ട് അതിന്റെ 12%. അപ്പോൾ നിങ്ങൾക്ക് ദാറ്റ്സ് എ ബിഗ് തിങ്. അത്രയും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അത്രയും നമുക്ക് ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, പാഡിങ്ങിന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ലെറ്റ്സ് ഹാവ് 10% വേണ്ട. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, 0.007 എന്ന് കൊടുത്തു നോക്കാം എന്തായിരിക്കും വാല്യൂ വരിക എന്നുള്ളത്. ദാറ്റ് ഈസ് ഓൾസോ എ ബിഗർ വൺ.
സേവ് ചെയ്തില്ലേ ഞാൻ? ഓക്കെ, സേവ് ചെയ്തു. അപ്പോഴും എന്തായിരിക്കും, ദാറ്റ് ഷുഡ് ബി ബിഗർ വാല്യൂസ്. അപ്പോൾ ഇവിടെ എന്തായാലും വിടുത്തെടുത്തിട്ട് അതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഷുഡ് ബി ഓൾസോ എ ബിഗർ വൺ. ആൻഡ് ഇവിടെ ഞാൻ ഒന്നുകൂടി ചെറുതാക്കി നോക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി 9. ബിഗർ വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾമോസ്റ്റ് ഓക്കെ. നമുക്ക് എന്ത് വേണം, ഈ ഒരു രീതിയിൽ വേണം. ഇനി നമ്മൾ നോക്കിയാൽ കാണാം, നമ്മൾ പക്ഷേ ഇങ്ങനെ ഒരു ബോക്സി അപ്പിയറൻസ് അല്ല നമ്മുടെ ഡിസൈനിൽ. നമുക്ക് ഫുള്ളായിട്ട് എന്തുണ്ട്, കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ കണ്ടന്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സ്കഫോൾഡിന് എന്ത് ചെയ്തു, ഒരു കളർ കൊടുക്കുകയാണ്. അത് ഞാൻ തീമിലാണ് എഴുതാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, മെറ്റീരിയൽ ആപ്പിന് എന്തുണ്ട്, തീം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഷുഡ് ബി തീം ഡാറ്റ. ഡാർക്ക് മോഡ് ഞാൻ എഴുതുന്നില്ല, തീം ഡാറ്റ. ആൻഡ് സ്കഫോൾഡ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി എ പ്രൈമറി കളർ. ഓക്കെ, ആൻഡ് സേവ് ദാറ്റ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ ഫുള്ളായിട്ട് എന്ത് വരണം, ഇങ്ങനെ ഒരു സാധനം വന്നു. ആക്ച്വലി സ്കഫോൾഡ് ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ ഒരു ബോക്സും ഉണ്ട്. ഓക്കെ, ആ ബോക്സിന് നമ്മൾ പാഡിങ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്ത് ആ ബോക്സ് ക്രിയേറ്റ് ചെയ്ത്. ഐ തിങ്ക് ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഓരോരോ കമ്പോണന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ആക്ച്വലി ഇവിടെ ഇതേപോലുള്ള കുറേ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. അതിൻ്റെ താഴെ ഈ കണ്ടെയ്നർ കളേഴ്സ് ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു കമ്പോണൻ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ യൂട്ടിൽസ് പേജിനകത്ത് അല്ലെങ്കിൽ വിഡ്ജറ്റ്സിനകത്ത് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഡാട്ട് ഫയൽ കോൾഡ് കസ്റ്റം. ഐ എം ഗോയിങ് ടു കോൾ ഇറ്റ് എ സെക്ഷൻ. ഓക്കെ, നമ്മൾ വെബ് അല്ലേ, അപ്പോൾ വെബുമായി റിലേറ്റ് ചെയ്ത പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, സെക്ഷൻ. ദാറ്റ് ഈസ് എ സെക്ഷൻ. സോ ആ സെക്ഷന് ഒരു ഡോട്ട് ഫയലാണ്. മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തു. ഇതൊരു സ്റ്റേറ്റ്ലെസ് ക്ലാസ് ആണ്. അപ്പോൾ ഞാനിവിടെ അതിന് പേര് കൊടുക്കുകയാണ് സെക്ഷൻ കണ്ടെയ്നർ. ആൻഡ് യു ക്യാൻ ഗിവ് ഇറ്റ് എനി നെയിം അക്കോർഡിംഗ് ടു യുവർ ചോയ്സ്. ഞാനിവിടെ സെക്ഷൻ കണ്ടെയ്നർ എന്ന് കൊടുത്തു. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ ദിസ് കണ്ടെയ്നർ. ഓക്കെ, ഐ എം ഗോയിങ് ടു കോപ്പി ദിസ് തിങ് ആൻഡ് paste it here, and we need to have that size here. So let me copy that. Oh no, I don't need the size here. Okay, let me pass that size from there. ഇവിടുന്ന് നമുക്ക് എന്ത് വേണം, നമുക്ക് പാരാമീറ്റേഴ്സ് ഞാൻ എഴുതുന്നുണ്ട് ഇവിടെ. സോ ഐ നീഡ് ഫൈനൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വലി വി ഡോണ്ട് നീഡ് എനി ഹൈറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരണം. അപ്പോൾ ഞാൻ വിഡ്ത്ത് എടുത്തു. വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഉണ്ടാക്കി. ഫൈനൽ വിഡ്ത്ത് ഷുഡ് ബി എ ഡബിൾ വാല്യൂ, ഡബിൾ വിഡ്ത്ത്. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു പാസ് ദിസ് ഹിയർ, ദിസ് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് വരണം, കോൾ ദാറ്റ് വിഡ്ത്ത്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അവിടെ നമ്മളൊരു ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഡെക്കറേഷനകത്തുള്ള കളർ എന്ന് പറയുന്നത് നമുക്ക് വേരിയിങ് ആയിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഫൈനൽ കളർ ടൈപ്പിൽ കളർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നള്ളബിൾ. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യണം, ദിസ് ഡോട്ട് കളർ. ഓക്കെ, നൗ യുവർ കമ്പോണന്റ് ഈസ് റെഡി ആൻഡ് റീപ്ലേസ് ദിസ് വിത്ത് കളർ. Okay, and you can call this section here. Okay, that should be section container. And one more thing, and your child is different according to നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ചൈൽഡ് ആയിരിക്കില്ല, ഇവിടെയുള്ള ചൈൽഡ് അല്ല ഇവിടെ വേണ്ടത്, ഇവിടെയുള്ള ചൈൽഡ് അല്ല ഇവിടെ വേണ്ടത്. അപ്പോൾ ചൈൽഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പാസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ എന്ത് വരിക, ഇവിടെ വന്നിട്ട് ലെറ്റ് മീ ഹാവ് ഫൈനൽ വിഡ്ജറ്റ് ടൈപ്പിൽ ഞാൻ എന്ത് ചെയ്തു, വിഡ്ജറ്റ് ചൈൽഡ് എന്ന് വേണ്ട ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ യു ക്യാൻ ഹാവ് ദാറ്റ് നള്ളബിൾ ആൻഡ് ദിസ് ഡോട്ട് ചൈൽഡ്. ഓക്കെ, നൗ യു ക്യാൻ ഹാവ് ദാറ്റ് ചൈൽഡ് ഹിയർ. ദ ചൈൽഡ് ഷുഡ് ബി ദാറ്റ് ചൈൽഡ്, നമ്മൾ പാസ് ചെയ്ത് വരുന്ന ചൈൽഡ്. ആൻഡ് ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഒരു സെമിക്കോളം വേണം. നൗ യുവർ കസ്റ്റം സെക്ഷൻ ഈസ് റെഡി. ദെൻ യു ക്യാൻ യൂട്ടിലൈസ് ദിസ് തിങ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, യു ക്യാൻ പാസ് ദ വിഡ്ത്ത്. വിഡ്ത്ത് എന്ന് പറയുന്നത് സൈസ് ഡോട്ട് വിഡ്ത്ത് പാസ് ചെയ്തു. ഓക്കെ, ദ ചൈൽഡ് ഷുഡ് ബി, ആൻഡ്
ലെറ്റ് മീ ഹാവ് എ ചൈൽഡ് ഹിയർ. ഞാനൊരു സാമ്പിൾ ടെക്സ്റ്റ് എഴുതുന്നുണ്ട്. ടെക്സ്റ്റ്. ഓക്കെ. ആൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ലൈക്ക് ഹലോ വേൾഡ് എന്ന് ഞാൻ എഴുതി. ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാം? ഹലോ വേൾഡ് കാണാം. ഡീഫോൾട്ട് കളർ അത് ബ്ലാക്ക് ആയിരിക്കും. നമ്മളത് റൺ ആവുന്നില്ല. ലെറ്റ് മീ റൺ ദിസ് അഗൈൻ. ഓക്കെ. ഡീഫോൾട്ട് കളർ ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റൈൽ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഡിസൈൻ നോക്കുക. നമ്മൾ ഫോണ്ട് എന്ന് പറയുന്നത് സം അതർ ഫോണ്ട്, ഈ ഫോണ്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ അപ്പോൾ ഇതിനകത്ത് ലെറ്റ് മീ യൂസ് പോപ്പിൻസ് ഫോണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ടിനെ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റൈൽ എഴുതാം. അപ്പോൾ ഞാനിവിടെ നമുക്ക് നോർമലി ഉള്ളത് ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ലാർജർ ടെക്സ്റ്റ് ഉണ്ട് ഇവിടെയൊക്കെ ഹെഡിങ് ആയിട്ട് വരുന്നത്. ദെൻ സബ് ഹെഡിങ്ങുകളുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോൾ ചെയ്യാം: ടൈറ്റിൽ ലാർജ്, ദെൻ ടൈറ്റിൽ മീഡിയം, ടൈറ്റിൽ സ്മോൾ എന്നുള്ള രീതിയിൽ. ദെൻ ബോഡി ലാർജ്, ബോഡി സ്മോൾ. അല്ലെങ്കിൽ ഇത് ബോഡി ആയതുകൊണ്ട് ബോഡി ലാർജ്, ബോഡി സ്മോൾ ആൻഡ് ബോഡി മീഡിയം എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇത് നമ്മൾ ഇവിടെ ടെക്സ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഹലോ വേൾഡിൽ. നിങ്ങൾക്ക് അത് കാണണ്ടായിരിക്കില്ല, ബിക്കോസ് കളർ ബ്ലാക്ക് ആണ്. സ്റ്റൈൽ ചെയ്തു, ടെക്സ്റ്റ് സ്റ്റൈൽ, ദ കളർ ഷുഡ് ബി വൈറ്റ്. ഓക്കെ. ആൻഡ് സേവ് ദിസ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ദിസ് ഈസ് യുവർ ലേ ഔട്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു പാഡിങ് ഉണ്ട്, ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പാഡിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഷുഡ് ബി 1.22 എന്ന് ഞാൻ കൊടുത്തു. സേവ് ചെയ്തു. ഇവിടെ എന്ത് വരും? ഒന്നുകൂടി ചെറിയൊരു പാഡിങ് അതിനകത്ത് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നോക്ക്, ഇനി നമുക്ക് സ്റ്റൈൽ ഒന്ന് ഡിഫൈൻ ചെയ്യാം. തീമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് തീം എഴുതാം. ദാറ്റ് ഷുഡ് ബി ടെക്സ്റ്റ് തീം എന്നാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ദിസ് ഷുഡ് ബി ബോഡി സ്മോൾ എന്ന് പറയുന്നത് ടെക്സ്റ്റ് സ്റ്റൈൽ. കളർ എന്ന് പറയുന്നത്, ഓർ യു ക്യാൻ കോൾ യുവർ ഗൂഗിൾ ഫോണ്ട് Google fonts dot I need Poppins. Okay. Then the color should be white, and I'm not going to give any font size here. Color white ആണ്. Then body small എഴുതി. ഇത് കഴിഞ്ഞിട്ട് എന്ത് വേണം? You can have body medium. That is also coming from Google fonts dot Poppins. Okay. Color is white. Okay. നിങ്ങൾക്ക് ഫോണ്ട് സൈസ് ഒക്കെ ഡിഫൈൻ ചെയ്യാം. ഞാൻ അപ്പോൾ അതിൻ്റെ ഡീഫോൾട്ട് സൈസിലാണ് പോകുന്നത്. ദെൻ ബോഡി സ്മോൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ എഴുതിയ മീഡിയം ആണ്. യു ക്യാൻ ഹാവ് ബോഡി ലാർജ്. ഓക്കെ. ദെൻ ദാറ്റ് ഈസ് ഓൾസോ കമ്മിങ് ഫ്രം ഗൂഗിൾ ഫോണ്ട്സ് ഡോട്ട് പോപ്പിൻസ്. ഓക്കെ. ദ കളർ ഷുഡ് ബി വൈറ്റ്. ഓക്കെ. ഇതല്ലാണ്ട് നമുക്ക് എന്തുണ്ട്? അതല്ലാതെ നമ്മൾ സ്റ്റൈൽ എഴുതുന്നുണ്ട്. കാരണം ചിലത് 2 കളറിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് നമുക്ക് സ്റ്റൈൽ എഴുതാം. അത് ഒരുപാട് ഇതിനകത്ത് ഒക്കർ ചെയ്യുന്നില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ. അപ്പോൾ നമ്മൾ അതിന് സെപ്പറേറ്റ് സ്റ്റൈൽ നമുക്ക് എഴുതാം. ഇനി വേണ്ടത് ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മളുടെ ലാർജ് സ്ക്രീൻ ലേ ഔട്ടിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആ തീം ഞാൻ പറഞ്ഞു മെറ്റീരിയൽ ഡോട്ട് ഡാട്ട് ഒരു ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ തീം ഡാറ്റ ഈക്വൽ ടു തീം ഡോട്ട് ഓഫ് കോണ്ടാക്ട്സിനെ വിളിക്കാം. തീം ഡോട്ട് ഓഫ് കോണ്ടാക്ട്സിനെ കോൾ ചെയ്തു. ഓക്കെ. ഈ തീമിനകത്താണ് ആക്ച്വലി എന്ത് കിടക്കുന്നത്? ബാക്കി എല്ലാം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്നത് യു ക്യാൻ കോൾ ഇറ്റ് ഫ്രം യുവർ തീം. സോ തീം ഡാറ്റയെ കോൾ ചെയ്തു. തീം ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ് തീം ഡോട്ട് നമുക്ക് ഏത് സ്റ്റൈലിലാണ് വേണ്ടത്? എനിക്ക് ബോഡി ലാർജ് വേണം. അപ്പോൾ ഞാൻ ബോഡി ലാർജ് എന്ന് കൊടുത്തു. ആൻഡ് യു ഹാവ് എൻ അൺവാണ്ടഡ് ഇമ്പോർട്ട്. ഡെസ്ക്ടോപ്പിനകത്ത് ലാർജ് സ്ക്രീനിനകത്ത് വാട്ട് ഈസ് എറർ? ഓക്കെ. ഐ തിങ്ക് ഐ ഹാവ് എൻ എക്സ്ട്രാ ബ്രാക്കറ്റ് ഹിയർ. ഓക്കെ. സോ സേവ് ദിസ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബോഡി ലാർജിൽ എന്ത് ചെയ്യണം? ഇത് വരണം. പക്ഷെ ഇവിടെ നോക്കാം. and there is an error, unexpected null value. സോ അതിന് കാരണം എന്തായിരിക്കും? നമ്മൾ കളർ എന്ത് ചെയ്തിട്ടില്ല. കളർ എന്ന് പറയുന്നത് ആൻഡ് യു നീഡ് യുവർ പ്രൈമറി കളർ. ആൻഡ് സേവ് ചെയ്തു. ആൻഡ് നമ്മൾ നള്ളബിൾ ആക്കി വെച്ചല്ലോ. ഇപ്പോൾ കണ്ടോ, ദിസ് ഷുഡ് ബി ബോഡി ലാർജ്. ആൻഡ് ആക്ച്വലി നമ്മൾ ബോഡി ലാർജ് എന്ന് പറയുന്നത് ഒന്നുകൂടി ബിഗർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? നമ്മളുടെ തീം ഡാറ്റയിൽ വന്നിട്ട് ബോഡി ലാർജ് എന്ന് പറയുന്നത് നമ്മളുടെ H1 സൈസ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ഗിവ് 32. ഇറ്റ്സ് നോട്ട് പിക്സൽ, 32. ആൻഡ് സേവ് ദിസ്. ഒന്നുകൂടി റീലോഡ് ചെയ്തു. നൗ യു ഹാവ് എ ബിഗർ ടെക്സ്റ്റ് ഇൻ പോപ്പിൻസ്. ഓക്കെ. ഇതാണ് നമ്മുടെ ബോഡി ലാർജ്. ആൻഡ് ബോഡി ലാർജ് നമുക്ക് ബോൾഡ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി
ഐ നീഡ് എ W700 ഫുള്ളി ബോൾഡ് വേണ്ട, W700 നിങ്ങൾക്ക് എന്ത് വേണം, ബോൾഡ് വേണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ് നമ്മളുടെ. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്, ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിനകത്ത് നമുക്ക് കുറച്ച് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ യൂട്ടിലൈസ് ദിസ് തിങ്. ഓക്കെ, ഇതാണ് നമ്മളുടെ കണ്ടെയ്നർ. ആൻഡ് ഇതിൽ ചൈൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ചൈൽഡ് ഷുഡ് ബി, നമുക്ക് അവിടെ റോ വേണം. ഇതെന്താ ഞാൻ ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടില്ലായിരുന്നു, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ദിസ് തിങ്. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇത്. ഓക്കെ, ഈ ഒരു മെനു, ആ ഒരു നമ്മുടെ നാവിഗേഷൻ, അങ്ങനത്തെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് HTML ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹെഡർ സെക്ഷൻ എഴുതിയിട്ട് അതിനകത്ത് ബ്രാൻഡിങ്, നാവ്, ദെൻ എന്ന് വേണ്ടിട്ട് കൊടുക്കാം. ഫ്ലക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സ്പേസ് ബിറ്റ്വീൻ അടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സിംപ്ലി യു ക്യാൻ ക്രിയേറ്റ് എ റോ, ദെൻ ചിൽഡ്രൻ. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്, ദാറ്റ് ഷുഡ് ബി എ ടെക്സ്റ്റ്. ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് തിങ്, ദാറ്റ് ഷുഡ് ബി ഇൻ 2 colors. ആൻഡ് ലെറ്റ് മീ ഹാവ് എ ഹൈറ്റ് ഹിയർ, ബിക്കോസ് വി നീഡ് എ ഹൈറ്റ് ഹിയർ. ആൻഡ് ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സെക്ഷനിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടെയ്നറിന് ഹൈറ്റ് നമ്മൾ പാസ് ചെയ്തിട്ടില്ല, ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഹൈറ്റ് പാസ് ചെയ്യാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ക്രിയേറ്റ് എ വേരിയബിൾ ദാറ്റ് ഈസ് കോൾഡ് ഹൈറ്റ്. ഓക്കെ, ആൻഡ് പാസ് ദാറ്റ് ഹിയർ, ദിസ് ഡോട്ട് ഹൈറ്റ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. ഹൈറ്റ് എങ്ങനെ എടുക്കേണ്ടി വരും, ഹൈറ്റ് ഉണ്ടെങ്കിൽ ഹൈറ്റ്, അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഹൈറ്റ് നമുക്ക് പാസ് ചെയ്യാം ഇവിടെ നിന്ന്. ഞാൻ എന്ത് ചെയ്തു, ഇത് ഉപയോഗിച്ചു, ഹൈറ്റ് ഞാൻ കൊടുക്കുകയാണ്, ഹൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈറ്റിന്റെ ആവശ്യമില്ല, കാരണം ഇത് അതിലുള്ള കണ്ടന്റിന്റെ ഹൈറ്റ് എടുത്താൽ മതിയെങ്കിൽ യു ഡോണ്ട് നീഡ് ദിസ് തിങ്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇവിടെ കിടന്നോട്ടെ, പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, ഇതിൽ വരുന്ന ഈ കണ്ടെയ്നറിന് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കണ്ടെയ്നറിന് പാഡിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ കണ്ടന്റിന്റെ പാഡിംഗ് എന്ന് പറയുന്നത്, യു ക്യാൻ ഹാവ് എ പാഡിംഗ് ഹിയർ, പാഡിംഗ് എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൾ. ഞാനൊരു ഫിക്സഡ് വാല്യൂ കൊടുക്കുകയാണ് 20 എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. ഞാനിത് ആദ്യമായിട്ട് ചെയ്യാണ്, ലൈക്ക് ഞാനിത് ചെയ്തു വെച്ചിട്ടൊന്നുമില്ല, നമ്മൾ പരീക്ഷിച്ചാണ് നോക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സമയം എടുക്കുന്നുണ്ടാവും. ദെൻ ഇതിനകത്ത് എന്ത് ചെയ്യാണ്, ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് the first thing that is a text span. ഓക്കെ, ഓർ നിങ്ങൾക്ക് റിച്ച് ടെക്സ്റ്റിനെ ഉപയോഗിക്കാം. റിച്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വിഡ്ജറ്റിനെ കോൾ ചെയ്തു. നമുക്ക് രണ്ട് കളറിലാണ് വേണ്ടത്, റിച്ച് ടെക്സ്റ്റ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, റിച്ച് ടെക്സ്റ്റിൽ നോക്കുക എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റ് സ്പാൻ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ടെക്സ്റ്റ് സ്പാൻ, അതിനെന്തുണ്ട്, ടെക്സ്റ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സ്ട്രിങ് കൊടുക്കാം. ഞാൻ എൻ്റെ പേര് ഹാർഡ് കോഡ് ചെയ്യാണ്, ജോബിൻ, SCBASTIAN. ഓക്കെ, ദെൻ യു നീഡ് എ സ്റ്റൈൽ ഫോർ ദിസ് തിങ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ടെക്സ്റ്റ് സ്പാനിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റൈറ്റ് എ സ്റ്റൈൽ ആൻഡ് ദാറ്റ് ഷുഡ് ബി യുവർ തീം ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ്. തീമിനെ കോൾ ചെയ്തിട്ട് ഡിസ്പ്ലേ, എനിക്ക് എന്ത് വേണം, ഐ നീഡ് എ ബോഡി ലാർജിനെ കോൾ ചെയ്തു. ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക നോക്കാം. ഓക്കെ, now you have a text here, body large. That should be a bigger one because നമ്മൾ ബോഡി ലാർജ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെറുതാണെന്നുണ്ടെങ്കിൽ ബോഡി മീഡിയം എടുത്ത് നോക്കുക, മീഡിയം. ആൻഡ് നൗ യു ഹാവ് എ സ്മോളർ ടെക്സ്റ്റ്, ആൻഡ് അതൊന്നുകൂടി വലുതാവാണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ ടീമിനകത്ത് ബോഡി മീഡിയം എന്ന് പറയുന്നതിൻ്റെ ഫോൺ സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി, അത് 32 ആണ്. ആൻഡ് ദോ ദിസ് ഷുഡ് ബി എ 26. ഓക്കെ, സേവ് ദിസ്. അപ്പോൾ നമുക്കൊരു വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ കിട്ടി. ഇനി ഇതിലെ ഈ രണ്ടാമത്തെ വാക്കാണ് നമുക്ക് വേറൊരു കളറിൽ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ എഴുതി നോക്കുക, നമ്മൾ HTML സ്പാൻ എലമെന്റ് പോലെയാണ് റിച്ച് ടെക്സ്റ്റ് ഉള്ളത്. ടെക്സ്റ്റ് സ്പാൻ എന്ന് പറയുന്നത് ഞാനിവിടെ ജോബിൻ എന്ന് എഴുതി, ഐ എം ജസ്റ്റ് ലീവ് എ സ്പേസ് ഹിയർ. ദെൻ ഇതിനെന്തുണ്ട്, ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ് സ്പാൻ. ഈ ടെക്സ്റ്റ് സ്പാനിനകത്ത് വന്നിട്ട് ഐ ക്യാൻ ഹാവ് ചിൽഡ്രൻ. ഈ ചിൽഡ്രനകത്ത് ചിൽഡ്രൻ ഒരു ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗെയിൻ യു ക്യാൻ ഓപ്പൺ ടെക്സ്റ്റ് സ്പാൻ. അതിനെന്തുണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. അവിടെ ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്തു, ഇത് കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇത് കിട്ടി. പക്ഷേ ഇത് വേറെ കളറിൽ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സ്റ്റൈൽ ദിസ് തിങ്. ഇവിടെ ഞാൻ ഡയറക്റ്റ് സ്റ്റൈൽ എഴുതുകയാണ്. യു ക്യാൻ കോൾ ദിസ് ഗൂഗിൾ ഫോണ്ട്. ആ സെയിം ഫോണ്ടിലാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മളുടെ പോപ്പിൻസിനെ കോൾ ചെയ്തു.
എന്നിട്ട് ഫോൺ സൈസ് ആ 26 തന്നെ വേണം. 26. കളർ എന്ന് പറയുന്നത് വി നീഡ് ദ BTN കളർ. നമ്മൾ കൊടുത്ത ബട്ടൺ കളറിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? നൗ യു ഹാവ് ഇൻ 2 കളേഴ്സ്, 2 കളറിൽ വന്നു. ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡിസൈൻ. നമ്മൾ കൊടുത്ത ഡിസൈനിലുള്ളതും ഇതും ഒരേപോലെ തന്നെ ആയിരിക്കും. ആൻഡ് ഇഫ് യു വാണ്ട് ദിസ് ടു ബി ഇൻ ബോൾഡ്, ഇത് ബോൾഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ W700 പോകുന്നത്. അപ്പോൾ ബോഡി മീഡിയം ബോൾഡ് അല്ലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ബോഡി മീഡിയത്തെ എന്ത് ചെയ്യാം? ബോൾഡ് ആക്കുക. ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് W700 ആക്കി. അപ്പോൾ രണ്ടും എന്ത് ചെയ്യും? ഒരേപോലെ ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഐ ഹാവ് എൻ എറർ ഹിയർ. This should be W700 and save this thing. See, ഓക്കെ അല്ലേ? നമ്മളപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഹെഡർ സെക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഇടയ്ക്ക് അടുത്ത ആൾ ആരായിരിക്കും? അടുത്ത ആൾ നമ്മുടെ ഡിസൈൻ നോക്കുക, നമ്മളിവിടെ വരച്ചത് നോക്കുക. അടുത്തത് നമുക്കൊരു മെനു ആണുള്ളത്. ഈ മെനു എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ദാറ്റ് ഷുഡ് ബി അഗെയിൻ എ കണ്ടെയ്നർ. ഓക്കെ, ഇത് HTML ആണ്. നമുക്കൊരു UL-ഉം LI-യും ക്രിയേറ്റ് എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് എന്ത് മതി? ഇവിടെ നമുക്ക് ഇതൊരു റോഡ് ഉള്ളിലാണ്. ഇതിനകത്ത് ഞാൻ നമ്മളുടെ അഗെയിൻ ഞാൻ റീയൂസ് ചെയ്യാൻ പോവാണ്. ആ സെക്ഷൻ നമ്മൾ അതിന്റെ പേര് സെക്ഷൻ കണ്ടെയ്നറിനെ കോൾ ചെയ്തു. ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് ഞാൻ എന്ത് ചെയ്യാണ്? വിഡ്ത്ത് ഒരു ഫിക്സഡ് വിഡ്ത്ത് നിങ്ങൾക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതേപോലെ സൈസ് ഡോട്ട് എന്ത് ചെയ്യാണ്? വിഡ്ത്ത് ബൈ 2 കൊടുത്തു. അതായത് ടോട്ടൽ വിഡ്ത്തിന്റെ പകുതി ഇയാൾ എടുക്കണം. ഓക്കെ, ദെൻ ചൈൽഡ് എന്ന് പറയുന്നത് കളർ നിങ്ങൾക്ക് പാസ് ചെയ്യാം. കളർ സെയിം കളറാണ്, സെയിം ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ പ്രൈമറി കളറിനെ എന്ത് ചെയ്തു? ഇവിടെ പാസ് ചെയ്തു. ഓക്കെ, ദെൻ ഇതിന്റെ ചൈൽഡ് എന്ന് പറയുന്നത് അഗെയിൻ ഒരു റോ ആണ്. റോ ചിൽഡ്രൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ അഗെയിൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി യുവർ ഹോം. ഓക്കെ, തീം സ്റ്റൈൽ എന്ന് പറയുന്നത് തീം ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ് തീം ഡോട്ട്. ആൻഡ് ഐ എം ഗോയിങ് ടു റൈറ്റ് നൗ ഐ എം ഗോയിങ് ടു ഗിവ് ബോഡി സ്മോൾ. ആൻഡ് നമുക്ക് അതിന്റെ സൈസ് ഒക്കെ മാറ്റാം. ഇതാണ് നമുക്ക് വേണ്ടത്. 1, 2 എത്ര ഉണ്ട് നോക്കുക നമ്മുടെ ഡിസൈനിൽ എന്തൊക്കെ ഉണ്ട്. നമുക്ക് ആക്ച്വലി ഉള്ളത് എന്താണ്? ഇതാണ് നമ്മളുള്ളത്. എബൌട്ട് ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്, റെസ്യൂം ഇതാണുള്ളത്. എബൌട്ട് ആൻഡ് ദിസ് ഷുഡ് ബി നോട്ട് ഹോം, ദിസ് ഷുഡ് ബി എബൌട്ട് and this is skills. And after that you need projects. Okay, and after that you need contact. ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആക്ച്വലി ഇത് എന്തായിരിക്കും? ഇതൊരു റോ ആണ്. ആ റോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ മെയിൻ ആക്സിസ് അലൈൻമെന്റ് എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ഓർ സ്പേസ് അറൗണ്ട് കൊടുക്കാം. ദെൻ ഇവിടെ മെയിൻ ആക്സിസ് അലൈൻമെന്റ് എന്ന് പറയുന്നത് സ്പേസ് ബിറ്റ്വീൻ അടിച്ചു, സേവ് ചെയ്തു. എന്തായിരിക്കും ഇവിടെ വരിക നോക്കാം. നൗ യു ക്യാൻ സീ നമ്മളുടെ മെനു എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾമോസ്റ്റ് ഇതേപോലെ ക്രിയേറ്റ്. പക്ഷെ ഇവിടെ ഒരു ബിഗ് ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഇത് സ്പേസ് ബിറ്റ്വീൻ സ്പേസ് അറൗണ്ട് ഒക്കെ അടിക്കുമ്പോൾ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യണം എന്തായിരിക്കും ചെയ്യാന്നുള്ളത്. ദെൻ യു ഹാവ് വൺ മോർ ബട്ടൺ. ഇതൊരു തിക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്നത്. അതായത് ഇവിടെ ഈ സാധനം ഒക്കെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് എ വിഡ്ജറ്റ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സ്പേസർ വേണമെങ്കിൽ കൊടുക്കാം. സ്പേസർ എന്നുള്ള വിഡ്ജറ്റ് ഉണ്ട്. ലെറ്റ്സ് ട്രൈ ദാറ്റ്. അതല്ലെങ്കിൽ നമുക്കൊരു സൈസ്ഡ് ബോക്സ് എഴുതാം. സൈസ്ഡ് ബോക്സ് വിഡ്ത്ത് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം? ഒരു 20 വിഡ്ത്ത് എനിക്ക് എന്ത് ചെയ്യണം? വരണം. ഓക്കെ, ആൻഡ് ഇങ്ങനെ കൊടുത്തു. സോറി, ഇവിടെ ഒരു കോമ ഇടണം. ഓക്കെ, എല്ലാത്തിൻ്റെ ഇടയ്ക്ക് എല്ലാ മെനുവും കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് വേണം? 20 വിഡ്ത്ത് വേണം. ഇതും കഴിഞ്ഞിട്ട് യു നീഡ് ഇത്ര മതി. ഇനി ഇതിൻ്റെ മെയിൻ ആക്സിസ് അലൈൻമെന്റ് എന്ന് പറയുന്നത് ലെറ്റ് മീ മേക്ക് ദിസ് സെൻറ്റർ ആൻഡ് സേവ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നു. ഓക്കെ, മെനു എന്ന് പറയുന്നത് ഇത് പകുതി എഴുതിയിട്ടുണ്ട്. പകുതി വിഡ്ത്ത് എടുത്തുകൊണ്ടാണത്. നമുക്ക് ആ പകുതി മാറ്റിയിട്ട് സൈസ് വിഡ്ത്ത് ബൈ 2 ആണ്. വിഡ്ത്ത് ബൈ 3 ആക്കി എന്തായിരിക്കും സംഭവിക്കുക? അങ്ങോട്ട് പോയി. ആൻഡ് വിഡ്ത്ത് ബൈ 2 തന്നെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് എന്ത് വേണം? ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ.
എവിടെയാണുള്ളത്? ഓക്കെ, നമ്മുടെ ഡിസൈനിൽ നമുക്ക് എന്തുണ്ട്, കോണ്ടാക്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബട്ടൺ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വെരി സിമ്പിൾ. ബട്ടൺ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ എം ഗോയിങ് ടു ഹാവ് അഗെയിൻ എ കണ്ടെയ്നർ. ഇവിടെ നമ്മളൊരു കണ്ടെയ്നർ എഴുതുകയാണ്. നമുക്ക് ഇതിനെ കമ്പോണൻ്റ് ആക്കി മാറ്റാം. കണ്ടെയ്നർ, ഇതിനൊരു പാഡിങ് കൊടുത്തു. പാഡിങ് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ഗിവ് എ പാഡിങ് ഓഫ് എഡ്ജ് ഇൻസെക്ട് ഡോട്ട് ഓൾ ഒരു 15 പാഡിങ് കൊടുത്തു. ഓക്കെ, the child should be a center widget, the child should be a text widget. Okay, and this should be contact, and the style എന്ന് പറയുന്നത് ടെക്സ്റ്റ് തീം ഡാറ്റ കോൾ ചെയ്തു. ഡോട്ട് ടെക്സ്റ്റ് തീം ഡോട്ട് ബോഡി സ്മോൾ, ഇതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ആൻഡ് ഓക്കെ അല്ലേ, ആൻഡ് സേവ് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട് എന്ന സാധനം കാണാം. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഏകദേശം നമ്മളുടെ ഡിസൈനിലുള്ള പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ ഇത് ബോഡി ലാർജൊക്കെ നമ്മൾ അത് ഫോണ്ട് വെയിറ്റിലൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോണ്ടൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് നോക്കാം. എവിടെ വരണം? മെയിൻ ഡോട്ടിൽ വന്നിട്ട് നമ്മൾ ബോഡി സ്മോൾ അല്ലേ കൊടുത്തത്. ഇതിൻ്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി മറ്റേത് 26 ആണ്. ദിസ് ഷുഡ് ബി എ 20. ദെൻ ഐ നീഡ് ദ ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് ഒരു W500 മതി. ഫുള്ളി ബോൾഡ് ആവണ്ട. ഓക്കെ, നോ, പക്ഷെ അത് ഫുള്ളി ബോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? ബോഡി സ്മോൾ അല്ലേ ഉപയോഗിച്ചത്. ഓക്കെ, ആൻഡ് എവിടെയായിരുന്നത്? ഇതല്ലേ. ആൻഡ് ദിസ് ഷുഡ് ബി ബോഡി സ്മോൾ. ഐ ഡോണ്ട് നീഡ് ദാറ്റ് മച്ച്. നമുക്ക് നോർമൽ ഫോണ്ടിൽ പോവാം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? ആൻഡ് ദിസ് ഷുഡ് ബി ഫോണ്ട് സൈസ് 20 ആണ്. ആൻഡ് ദിസ് ഷുഡ് ബി നോർമൽ. ഓക്കെ, സേവ് ദിസ്. ഓക്കെ, ആൻഡ് ഇനി ഇതല്ലാണ്ട് നമുക്ക് വേറെയും ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇവിടെ കണ്ടില്ലേ, ബോഡി ഉണ്ട്, ലേബൽ ഉണ്ട്, ഹെഡ് ലൈൻ ഉണ്ട്, സബ് ടൈറ്റിൽ ഉണ്ട്, അങ്ങനത്തെ കുറേ ടെക്സ്റ്റിന്റെ സ്റ്റൈൽ ഉണ്ട്. ആൻഡ് ലെറ്റ് മീ ഹാവ് ടെസ്റ്റിംഗ് എ ന്യൂ സ്റ്റൈൽ ഹിയർ. നമുക്കൊരു പുതിയ സ്റ്റൈൽ എഴുതാം. ഞാൻ ഈ ബോഡി സ്മോളിൽ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഹെഡ് ലൈൻ നോക്കാം. ഹെഡ് ലൈൻ, ആൻഡ് 2 തവണ എഴുതിക്കൊണ്ടാണ് ഇവിടെ എറർ വന്നേക്കുന്നത്. ദിസ് ഷുഡ് ബി ഹെഡ് ലൈൻ 1. ഓക്കെ, ഇത് നമ്മൾ H1 മുതൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, CSSഉം ഇതും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, H1 മുതൽ H6 വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് എന്ത്, നമ്മൾ CSS എന്നാണ് ഈ ഫ്ലട്ടർ ഡെവലപ്പേഴ്സ് ഒക്കെ വന്നത് CSS ബാക്ക്ഗ്രൗണ്ട് എന്നാണെന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഇതിന് CS. അപ്പോൾ നിങ്ങൾ CSS ആക്ച്വലി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഫ്ലട്ടർ ഒരു ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഹെഡ് ലൈൻ 1 എന്ന് ഞാൻ എഴുതി. ആൻഡ് ഐ നീഡ് എ കോമ ഹിയർ ബിക്കോസ് അത് കഴിഞ്ഞിട്ട് കോമ 1. ഓക്കെ, ഹെഡ് ലൈൻ 1 ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അതിന് പകരം ഡിസ്പ്ലേ ലാർജ് ഉപയോഗിക്കാൻ മതി. ഓക്കെ, ഡിസ്പ്ലേ ലാർജ് ആണ്, അതിന് ഡിപ്ലിക്കേറ്റഡ് ആണ്, അതിന് പകരമുള്ളതാണ്. ദെൻ ബോഡി സ്മോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബോഡി ടെക്സ്റ്റ് 1 ഉപയോഗിച്ചിട്ടുണ്ട്. അതും ഡിപ്ലിക്കേറ്റഡ് ആവും മോസ്റ്റ് ഓഫൺ, അതും ഡിപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ വന്നിട്ട് അതിന് പകരം എന്ത് ഉപയോഗിക്കാൻ പറഞ്ഞു? ബോഡി ലാർജ് ഉപയോഗിക്കാൻ പറഞ്ഞു. ഓക്കെ, ഇനി ടൈറ്റിൽസ് സ്മോൾ ഉണ്ട്. ടൈറ്റിൽ സ്മോൾ അത് ഓക്കെ ആണ്. ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, കാരണം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബോഡിയാണ്. ലെറ്റ് മീ ഹാവ് ദ ടൈറ്റിൽ സ്മോൾ. എന്താ മാറ്റം വരെ നോക്കാം. ടൈറ്റിൽ സ്മോൾ, അതിൽ കൂടുതലുണ്ട്. ഓക്കെ, ആൻഡ് സേവ് ദിസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഓക്കെ, അങ്ങനെ പോട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റി സെപ്പറേറ്റ് സ്റ്റൈൽ നമുക്ക് എഴുതാം. ഇതല്ലാണ്ട് ഈ തീം ഡാറ്റയിൽ. ഓക്കെ, എല്ലാം ഞാൻ എന്ത് ചെയ്യാണ്, ടൈറ്റിൽ സ്മോൾ ആക്കുകയാണ്. ടൈറ്റിൽ സ്മോൾ, ആൻഡ് ദിസ് ഷുഡ് ബി ടൈറ്റിൽ സ്മോൾ. ഓക്കെ, സേവ് ചെയ്തു. ആൻഡ് ഇത് കണ്ടോ, ഈ ഒരു സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കമ്പോണന്റ് ആക്കാം. ന്യൂ, ദിസ് ഷുഡ് ബി ഡോട്ട് ഫയൽ സ്പേസർ വിഡ്ജറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ഇമ്പോർട്ട് മെറ്റീരിയൽ എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് സ്പേസർ വിഡ്ജറ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ദിസ് ഇസ് ഗോയിങ് ടു റിട്ടേൺ എ സൈസ്ഡ് ബോക്സ്. ഓക്കെ, സൈസ്ഡ് ബോക്സിന് എന്തുണ്ട്, നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, യു ക്യാൻ ഡിഫൈൻ എ ഹൈറ്റ് ഹിയർ ആൻഡ് യു ക്യാൻ ഡിഫൈൻ എ വിഡ്ത്ത് ഹിയർ. വിഡ്ത്ത്. ഓക്കെ, ആൻഡ് വിഡ്ത്ത് ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എന്ത് ചെയ്യണം, നമ്മളുടെ ഇവിടുന്ന് ബട്ടണിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ ഹൈറ്റും വിഡ്ത്തും, ഇത് ഞാൻ കോപ്പി ചെയ്തു. ഓക്കെ, ഇവിടെ വന്നിട്ട് സ്പേസറിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. പാസ് ദാറ്റ് ഇൻ ദ കൺസ്ട്രക്ടർ, ദിസ് ഡോട്ട് വിഡ്ത്ത്, ദിസ് ഡോട്ട് ഹൈറ്റ്, and you can utilize this height and you can utilize this width.
ഓക്കെ. ആൻഡ് ഇവിടെ കോമ വേണം. ഓക്കെ ഓക്കെ. അതായത് ഈ ഹൈറ്റ് വാല്യൂ നള്ളാണെങ്കിൽ എന്ത് ചെയ്യണം, ടേക്ക് ദി 0 എന്നുള്ള രീതിയിലാണ് എഴുതിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റിയിട്ട് നമ്മളുടെ ആരെ കോൾ ചെയ്യാം, സ്പേസറിനെ കോൾ ചെയ്തിട്ട് യു ക്യാൻ കോൾ ദിസ്. ഇത് തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. സ്പേസർ വേറെ ഉണ്ട് കേട്ടോ, സ്പേസർ വിഡ്ജറ്റ് ഉണ്ട്. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ പാസ് 20. നമ്മളെല്ലാം കമ്പോണൻസ് ആക്കിയതാണ്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർ യു ക്യാൻ ഫിക്സഡ് വാല്യൂസ് ഇവിടെ ഫിക്സ് ചെയ്താൽ മതി. അപ്പൊ പിന്നെ എന്ത് ചെയ്താൽ മതി, ചുമ്മാ സ്പേസറിനെ കോൾ ചെയ്താൽ മതി. ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ആൻഡ് ഇത് എന്ത് സ്പേസറാണ്, വിഡ്ത്ത് സ്പേസറാണ് എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ വന്നിട്ട് റീനെയിം ചെയ്തു. ആൻഡ് സ്പേസർ വിഡ്ത്ത് വിഡ്ജറ്റ് ആണ്. ഓക്കെ, റീഫാക്ടർ. ഐ ഡോണ്ട് നീഡ് ദിസ് ഹൈറ്റ് ഹിയർ. ഇവിടെ എന്ത് ചെയ്താൽ മതി, വിഡ്ത്ത് മാത്രം മതി. വിഡ്ത്ത് എന്ത് ചെയ്തു, ഞാൻ 15 എന്ന് കൊടുത്തു. ഇതിനെ കോൾ ചെയ്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്, സ്പേസർ വിഡ്ജറ്റിനെ കോൾ ചെയ്യുക, സ്പേസർ വിഡ്ജറ്റ് വിഡ്ത്ത് വിഡ്ജറ്റ്. ആൻഡ് എവിടെയൊക്കെ ഇതിനെ കോൾ ചെയ്യുന്നു അവിടെയൊക്കെ എന്ത് കിട്ടും നിങ്ങൾക്ക്, ആ ഒരു സ്പേസ് വിഡ്ത്ത് എന്ത് ചെയ്യും, അത് ഇട്ട് തരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്ത് എഴുതാം. ബിക്കോസ് ഇത് നമുക്ക് പിന്നീട് നമുക്ക് ഉപകാരപ്പെടും ഈ ഒരു സാധനം. നമ്മൾ ഈ കമ്പോണൻസ് ആക്കുക. ഇപ്പൊ നമ്മളുടെ ഹെഡ് സെക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഹെഡർ സെക്ഷൻ, ഐ മീൻ ഇറ്റ്സ് നോട്ട് ഹെഡർ സെക്ഷൻ നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു. ഇനി ഇവിടെ നമ്മളുടെ ഫോണ്ട് എന്ന് പറയുന്നത് ബോൾഡ് അല്ല, നോർമൽ ഫോണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതെങ്ങനെ ചെയ്യും, നമ്മൾ ഡിസൈനിൽ വരിക. ഡിസൈൻ അല്ല, നമ്മുടെ പെയിന്റിൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു കണ്ടെയ്നർ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു പാഡിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡിസൈനിൽ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു സ്പേസർ ക്രിയേറ്റ് ചെയ്തല്ലോ, ഇതേ സ്പേസറിനെ ഞാൻ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ന്യൂ ഡോട്ട് ഫയൽ, ദാറ്റ് ഷുഡ് ബി സ്പേസർ ഹൈറ്റ് വിഡ്ജറ്റ് ഉണ്ടാക്കി ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. ആൻഡ് ഇവിടെ വന്നിട്ട് ഇത് എൻ്റെ ഒരു അപ്രോച്ചാണ്, നിങ്ങൾക്ക് വേറെ രീതിയിലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അപ്രോച്ചാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്തേക്ക് പറയുന്നത്. ഓക്കെ, ഹൈറ്റ് എന്ന് കൊടുത്തു. ആൻഡ് ഇവിടെ നമുക്ക് വിഡ്ത്തിന്റെ ആവശ്യമില്ല, ഇത് നമ്മൾ ഹൈറ്റിന് വേണ്ടി ചെയ്തതാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ഷുഡ് ബി ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് എത്രയാന്ന് പാസ് ചെയ്യണമെങ്കിൽ അവിടുന്ന് പാസ് ചെയ്യുന്ന ഫിക്സഡ് വാല്യൂ കൊടുക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെല്ലാത്തിലും ഒരു നോർമൽ 20 ഹൈറ്റിലാണ് പോകാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതായത് നമ്മളുടെ ഹെഡർ സെക്ഷൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് യുവർ header widget. Okay, and you can make this thing a utility. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, wrap this with a അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡോട്ട് ഫയൽ എഴുതാം. that should be header widget. Okay, and this is a stateless widget. I'm going to call this header widget. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യണം, മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഈ എറർ ഇവിടെ കിടക്കുന്നത്. ഞാൻ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. മെറ്റീരിയൽ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ സ്കഫോൾഡ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടണം, നമ്മളുടെ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് ഇവിടെ എടുക്കാണ്ട്. അപ്പോൾ ഈ പേജിനകത്ത് നിന്ന് ഞാൻ ഈ തീം ഡാറ്റയൊക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഐ ഡോണ്ട് നീഡ് ദിസ് പ്രിന്റ് ഹിയർ. ആൻഡ് ഇവിടെ ഞാൻ ഇതിനെ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇത് ഹെഡറിനകത്ത് കൊണ്ട് ഇവിടെ കൊണ്ടുപോയി. Okay, and you need to import this section container and you need to import this primary container. You can have an import file. Import ഒക്കെ മൊത്തം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗൂഗിൾ ഫോൺസിനെ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഇവിടെ നമ്മളുടെ സ്പേസറിനെ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനിയും എറേഴ്സ് ഉണ്ടോ നോക്കുക. ആൻഡ് യു നീഡ് ടു പുട്ട് എ സെമി കോളൻ ഹിയർ. ആൻഡ് ഇനി നമ്മളുടെ ലാർജ് സ്ക്രീൻ ലേഔട്ടിനകത്ത് ആൻഡ് ഇവിടെ ആ സാധനം നമുക്ക് ആവശ്യമുണ്ട് സത്യത്തിൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ ആരായിരിക്കും വരിക, യു ക്യാൻ കോൾ യുവർ ഹെഡർ വിഡ്ജറ്റ്. ഓക്കെ, നൗ എക്സാക്ട്ലി സെയിം റിസൾട്ട് ആയിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പോണന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. സെയിം റിസൾട്ട്, നോ ഇഷ്യൂസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതിന്റെ താഴെ എന്തുണ്ട്, താഴെ ഒരു കണ്ടെയ്നർ ഉണ്ട്, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഇതേപോലെ. സോ ഐ എം ഗോയിങ് ടു കോൾ മൈ സ്പേസർ ഹൈറ്റ് വിഡ്ജറ്റിനെ കോൾ ചെയ്യാം. സ്പേസർ വിഡ്ത്ത് വിഡ്ജറ്റ് ഉണ്ട്, സ്പേസർ ഹൈറ്റ് വിഡ്ജറ്റിനെ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു 20 ഹൈറ്റ് വന്നിട്ടുണ്ടാവും. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് കോൺസ്റ്റ് ചെയ്യും. തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റ് ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്ത് ചെയ്യണം, ഇവിടെ അഗെയിൻ ഞാൻ എന്ത് ചെയ്യണം, ആ സെക്ഷനെ കോൾ ചെയ്തു. വിഡ്ത്ത് എന്ന് പറയുന്നത് സൈസ് ഡോട്ട് വിഡ്ത്ത് തന്നെയാണ്, സൈസ് ഡോട്ട് വിഡ്ത്ത് ആണ്. ഓക്കെ, ഹൈറ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ഐ തിങ്ക്
you need to have that size invalid const and remove that const from here. Okay, that is not at all constant. Then ഇവിടെ എന്ത് ചെയ്യുക, and you can make this const. ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ const എഴുതാം. Because these classes are const classes ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇവിടെ ഒന്ന് നോക്കിയാൽ കാണാം, these are const. ഈ കോൺസ്റ്റ് ക്ലാസ്സസിനുള്ള കോൺസ്റ്റ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുമല്ലോ ഡാട്ടിലല്ലേ, ഞാൻ കോൺസ്റ്റ് ആണ് എഴുതിയേക്കുന്നത്. ഇനി നോക്കുക, ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് നോക്ക്. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ഡിസൈൻ. യു ഹാവ് എ റോ. ആ റോയിൽ ഫസ്റ്റ് ഒരു കോളം, ദെൻ അപ്പുറത്ത് വേറൊരു ഇമേജും. ഇതാണ് നമുക്കുള്ളത്. ഈ ഇമേജ് നമ്മളെ കയ്യിലില്ല, നമ്മൾ കൊണ്ടിടും. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ദെൻ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ സെക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് എഗെയിൻ എന്തായിരിക്കും, എ റോ. ഓക്കെ, ഓൾറെഡി ഇതിനൊരു പാഡിങ് ഉണ്ട്. ഓക്കെ, ലെറ്റ് മീ ഹാവ് എ കളർ ഹിയർ. യു നീഡ് ടു ഗിവ് എ കളർ. ഞാൻ റെഡ് കളർ കൊടുക്കുന്നുണ്ട് കാണാൻ വേണ്ടി. സേവ് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൈൽഡ് ഇല്ലാത്തതുകൊണ്ട് ഇതാണ് നമ്മളുടെ എന്ത്, ആ സെക്ഷൻ. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു പാഡിങ് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു എക്സ്ട്രാ പാഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് വിൽ ടാക്കിൾ ദാറ്റ് ലേറ്റർ. ഇത് ഒരേ അലൈൻമെന്റിൽ വരണമല്ലോ, അതെന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നോക്കുക, ഇതിന്റെ ചൈൽഡ് എന്ന് പറയുന്നത്, ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, യു ഹാവ് അഗെയിൻ 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഐ എം ഗോയിങ് ടു കോൾ അഗെയിൻ ദാറ്റ് സെക്ഷൻ ഹിയർ. ആൻഡ് റൈറ്റിൽ നമുക്ക് എന്തുണ്ട്, സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യിക്കുന്നുണ്ട്. റാപ്പ് വിത്ത് എ വിഡ്ജറ്റ് കോൾ widget, wrap with the widget expanded. ഓക്കെ, ആൻഡ് എക്സ്പാൻഡർ അറിയാമല്ലോ, ടോട്ടൽ വിഡ്ത്തിൽ എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും ഇവർക്ക് രണ്ടുപേർക്കും. അപ്പോൾ രണ്ടുപേരും ഈക്വൽ സ്പേസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിനകത്ത് എടുക്കുന്നത്. അതാണ് എക്സ്പാൻഡ് എന്നത്. അത് കോളത്തിന്റെ കൂടെ ഉപയോഗിക്കാം, റോയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം. ഇനി ഈ സെക്ഷൻ എന്തുണ്ട്, കളർ നമ്മൾ സെയിം കളറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൈമറി കളറിനെ കൊടുത്തു. ബിക്കോസ് നമ്മൾ അതങ്ങനെ എഴുതി വെച്ചുകൊണ്ടാണ് എന്ത് ഇങ്ങനെ എപ്പോഴും ആ കളർ കൊടുക്കേണ്ടി വരുന്നത്. ആൻഡ് പ്രൈമറി കളർ. ഓക്കെ, ആക്ച്വലി നമുക്കിവിടെ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കാണാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്ക്, ഇത് രണ്ടും ഒരേ ലൈനിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, നൗ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഈ സെക്ഷൻ ഇതിന്റെ ചൈൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഷുഡ് ബി എ കോളം. ഓക്കെ, ചിൽഡ്രൻ. ആൻഡ് ഇത് നമ്മൾ ചെയ്യാം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്തുണ്ട് നോക്ക്. ഇവിടെ നമുക്ക് ഉള്ളത് എന്താണ്, നമ്മളെ ഡിസൈൻ പെയിന്റ് അവിടെ പെയിന്റിൽ എടുക്കാം. ഇവിടെ നമുക്കൊരു കോളം ഉണ്ട്, അതിനകത്ത് 1 2 3 4 ടെക്സ്റ്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ക്രിയേറ്റ് ദാറ്റ്. നമുക്ക് എന്ത് വേണം, ഇത് HTML ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിവ്, അതിനകത്ത് 2 ഡിവ്, എന്നിട്ട് ആ മെയിൻ ഡിവിനെ ഫ്ലക്സ് ചെയ്യിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് രണ്ടും എന്ത് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രിഡ് ചെയ്യിക്കാം, ഗ്രിഡ് റിപ്പീറ്റ്, അല്ലെങ്കിൽ 2 ഫ്രാക്ഷൻ വെച്ച് ഗ്രിഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രിഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഒരു കോളം, അതിൽ ഫസ്റ്റ് ഒരു ടെക്സ്റ്റ് വേണം. ഓക്കെ, ഇവിടെയുള്ള ടെക്സ്റ്റ് ലെറ്റ് മീ കോപ്പി ദാറ്റ് ഫ്രം മൈ ഫിഗ്മയിൽ നിന്നും ഞാനിത് കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ ഹലോ ഐ ആം ജോബിൻ എന്നുള്ളത്. ആൻഡ് ദിസ് ഇസ് മൈ ടെക്സ്റ്റ് ആൻഡ് ദ സ്റ്റൈൽ ഷുഡ് ബി തീം ഡാറ്റ ഡോട്ട് text theme dot display small. Okay, save that. അപ്പോൾ നമുക്ക് ഇവിടെ വൈറ്റ് കളറിൽ, ആൻഡ് ദ കളർ ഷുഡ് ബി ബ്ലാക്ക്. വൈറ്റ് ഇസ് ബ്ലാക്ക്. ഡിസ്പ്ലേ സ്മോൾ നമ്മൾ എഴുതിയിട്ടില്ല. ഐ തിങ്ക് ബോഡി സ്മോൾ ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. ബോഡി സ്മോൾ. ഓക്കെ, ഡീഫോൾട്ട് കളർ ബ്ലാക്ക് ആണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. വൈറ്റ് ഈസ് ഇൻ സെന്റർ. ഇപ്പൊ കണ്ടത് വലുതായത് വൈറ്റ് ഈസ് ഇൻ സെന്റർ ബിക്കോസ് അത് കോളത്തിലാണ്. കോളത്തിന്റെ മെയിൻ ആക്സിസ് അലൈൻമെന്റ് സെന്റർ ആക്കി ഞാൻ, ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സ്റ്റാർട്ടും ആക്കി. ഓക്കെ, നൗ നിങ്ങൾക്ക് അത് എവിടെ വരും, ലെഫ്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഐ എം ഗോയിങ് ടു റിമൂവ് ദറ്റ് റെഡ്. ഐ ഡോണ്ട് നീഡ് ദിസ് റെഡ് ആൻഡ് ദിസ് ഷുഡ് ബി ഓൾസോ പ്രൈമറി കളർ. Save that. Okay, now you have that text and you have an extra padding there. ഒരു എക്സ്ട്രാ പാഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ടാക്കിൾ ലേറ്റർ. നമുക്കത് നേരെ പിന്നെ നമുക്കൊന്ന് ടാക്കിൾ ചെയ്യാം. ആൻഡ് ഐ തിങ്ക് ഡീഫോൾട്ട് ടെക്സ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് ആയിരിക്കും. ലെഫ്റ്റ് തന്നെ അല്ലേ, ഡീഫോൾട്ട് സെന്റർ ആണോ? ഓക്കെ, ലെഫ്റ്റ് ആണ്. ഞാൻ ലെഫ്റ്റ് കൊടുത്തു. ദെൻ ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ താഴെ നമുക്കൊരു ടെക്സ്റ്റ് ഉണ്ട്, അത് ഇതേപോലെ ഞാൻ എഴുതി. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് വരണം, ഐ നീഡ് ദാറ്റ് ഷുഡ് ബി മൈ നെയിം ജോബിൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, എൻ്റെ ഫുൾ നെയിം വരണം. അല്ലല്ലോ,
ഐ ആം ജോബിൻ അവിടെ വന്നിട്ടില്ലേ, നമുക്ക് വേണ്ടത് എന്താണ്, ഫ്ലട്ടർ ഡെവലപ്പർ എന്നാണ് വേണ്ടത്. ആ ഒരു വാക്ക് ഇവിടെ വരണം. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഫ്ലട്ടർ ഡെവലപ്പർ, ആക്ച്വൽ ഡെവലപ്പേഴ്സ് ഫ്ലട്ടർ ഡെവലപ്പേഴ്സ് ഒക്കെ കണ്ട ഓടിക്കും നമ്മൾ ഫ്ലട്ടർ ഡെവലപ്പർ എന്ന് ഇവിടെ ഇട്ടുന്നത്. ഓക്കെ, ആൻഡ് വി ആർ ജസ്റ്റ്, ഞാൻ ജസ്റ്റ് ഇതിനകത്തൊരു കിഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല, എന്നാലും തള്ളിവിടുന്നുണ്ട് ഫ്ലട്ടർ ഡെവലപ്പർ എന്ന് എഴുതി. ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് സ്റ്റൈൽ, ഞാനത് സെപ്പറേറ്റ് സ്റ്റൈൽ എഴുതുകയാണ്. കളർ ഷുഡ് ബി BTN കളർ കൊടുക്കാം, BTN കളർ. ഓക്കെ, BTN കളർ. ശരിക്കും ഫ്ലട്ടർ വെബൊക്കെ അറിയുന്ന ആൾക്കാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ എനിക്ക് അറിയുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതിനും വൃത്തിക്ക് അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും ചിലപ്പോൾ, ഫ്ലട്ടർ ആക്ച്വൽ വെബൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് അപ്രോച്ച് ടു ഫ്ലട്ടർ വെബ്. ഇത്രയും കാലമായിട്ട് ഞാൻ ട്രൈ നോക്കാത്തൊരു കാര്യമാണ് വെബിൽ. നമ്മൾ ആക്ച്വലി റൺ ചെയ്ത് നോക്കും, പക്ഷെ വെബിന് വേണ്ടി മാത്രം നമ്മൾ എഴുതി നോക്കി പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ പ്ലാൻ ഇതാണ്, ഇത് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്ത മറ്റത് കമ്പാരിസൺ ആണ്. അതായത് നമ്മൾ നോർമലി ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ ജാങ്കോയിൽ ഡെവലപ്പ് ചെയ്യലുണ്ട്, വെബ്സൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്യും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഫേമിൻ്റെ വെബ്സൈറ്റ് ഒക്കെ ജാങ്കോയിൽ നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് ജാങ്കോ HTML CSS അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണോ അതാണോ എളുപ്പം, ഭാവിയിൽ നമ്മൾ വെബ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലട്ടറിൽ ചെയ്യാൻ പറ്റുമോ, മേ ബി നിയർ ഫ്യൂച്ചറിൽ ഇത് സ്റ്റേബിളായി എല്ലാ കാര്യങ്ങളും വരുമല്ലോ. അപ്പം നമ്മളത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായി പോരുത്. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. കളർ ഷുഡ് ബി, ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്, ഫോണ്ട് സൈസ് ഷുഡ് ബി, ഐ നീഡ് ഇറ്റ് ബി 32 and save this. Now you have this thing, and I need this to be in which Google's fonts in a column, Google fonts dot poppins. This is the style, and I need this to be a 70 pixels. It's a bigger thing. So നമ്മളെ ഡിസൈനിൽ നോക്കുക, ആൻഡ് ബോൾഡ് ആവണം. നമ്മൾ ബോൾഡ് കൊടുത്തിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് W700 and save this. Come here. Now you have bold thing. Okay, now your site is getting some shape. നമ്മൾ ആക്ച്വൽ ഡിസൈനായിട്ട് ഒരു ഷേപ്പ് ഒക്കെ വരുന്നുണ്ട്. മറ്റേ ഡിസൈനിൽ ഞാൻ 2 ലൈനിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കണ്ടോ, 2 ലൈനിലാണ്. ഇതൊന്ന് മിനിമൈസ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യും, 2 ലൈനിലേക്ക്. ഇവിടെ കണ്ടോ, നമ്മളുടെ ഈ മെനു ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിന്റ്. അപ്പോൾ നമ്മൾ ഇതിന് താഴത്തേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ വേറെ ടാബ്ലറ്റ് മോഡിലേക്കൊക്കെ എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഇവിടം വരെയൊക്കെ ഓക്കെയാണ്. ഇവിടെ എക്സ്ട്രാ സ്പേസിംഗ് ഒക്കെ ഇതിനകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്. ഞാൻ അതിനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ലൈൻ ഹൈറ്റും ലൈൻ സ്പേസും ഒക്കെ ഒന്ന് ടാക്കിൾ ചെയ്യണം. നമുക്ക് ചെയ്യാം, ഡോണ്ട് വറി, നല്ല പണിയുണ്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടോ എന്ന് നോക്കുക. നമ്മളുടെ ആ സ്ഥലത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്തുണ്ട്, അതിൻ്റെ താഴെ ഐ എം ഫ്രം ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ താഴെ എന്ത് വേണം, ഫ്ലട്ടർ ഡെവലപ്പർ, ഐ എം ജോബിൻ ഫ്ലട്ടർ ഡെവലപ്പർ ഫ്രം ഇന്ത്യ. ഇതാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. ഫ്ലട്ടർ കമ്മ്യൂണിറ്റി എന്നുള്ള മെസ്സേജസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ ഐ എം ഗോയിങ് ടു കോപ്പി ദിസ് അഗെയിൻ. സോ ലെറ്റ് മീ കോപ്പി ദ ഫസ്റ്റ് വൺ, കോപ്പി ദിസ് അഗെയിൻ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ ആൻഡ് ഫ്രം ഇന്ത്യ എന്ന് എഴുതി, ഫ്രം ഇന്ത്യ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ സ്റ്റൈല് ഞാൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് അതൊരു ലൈറ്റർ കളറിലാണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ ഫോൺസിനെ കോൾ ചെയ്തിട്ട് പോപ്പിൻസിനെ തന്നെ കോൾ ചെയ്തു. ദ കളർ ഷുഡ് ബി വൈറ്റ് ആണ്, പക്ഷെ വൈറ്റിൻ്റെ വേറൊരു വേരിയൻ്റ് എടുക്കുകയാണ്. വൈറ്റ് ഞാൻ 60% വൈറ്റ് മതി. ഓക്കെ, ദെൻ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ വരിക നോക്കാം. ഓക്കെ, ഫ്രം ഇന്ത്യ, ദാറ്റ് ഈസ് ഓൾസോ ബോൾഡ്. സോ അതൊന്ന് നമുക്ക് നോർമലാക്കാം. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്, ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി നോർമൽ. സേവ് ദിസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇനഫ്. അതുപോലെ അത്രയും മതി. ഒന്നുകൂടി ചെറുതാക്കണം, അതായത് അതിൻ്റെ സൈസ് കുറച്ച് കൂടുതലുണ്ട്. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഐ നീഡ് ആൻ 18 ഫോണ്ട് സൈസ്. ഓക്കെ, ഫ്രം ഇന്ത്യ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇത് വന്നു. ഇനി റൈറ്റ് സൈഡിലുള്ള ഈ സെക്ഷനാണ് വേണ്ടത്. ഇതിൻ്റെ താഴെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ ഡിസൈനിൽ ഉണ്ടോ, ഇല്ല. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് ബട്ടൺ. ആക്ച്വലി വി ക്രിയേറ്റഡ് എ ബട്ടൺ ഹിയർ. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ഇവിടെ ഞാൻ സെപ്പറേറ്റ് ഒരു ബട്ടൺ എഴുതാം, അതിന് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് മീ റൈറ്റ് എ ബട്ടൺ വിഡ്ജറ്റ് ഹിയർ. ഹിയർ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ മൈ ബട്ടൺ widget.
എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇമ്പോർട്ട് മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് മൈ ബട്ടൺ. ഓക്കെ, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ മൈ ബട്ടൺ എന്ന് പറഞ്ഞു. ദിസ് ഇസ് ഗോയിങ് ടു റിട്ടേൺ എ കണ്ടെയ്നർ ആൻഡ് ദ ഹൈറ്റ് ഷുഡ് ബി, ബട്ടൺ അല്ലേ, ഒരു 45 ഹൈറ്റ് കൊടുത്തു. വിഡ്ത്ത് എന്ന് പറയുന്നത് ലെറ്റ്സ് ഹാവ് എ വിഡ്ത്ത് സൈസ് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, ആക്ച്വലി നമുക്ക് ഈ സൈസ് വേരിയബിൾ ഇല്ല. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, സൈസ് ടൈപ്പിൽ സൈസ് നമുക്ക് ശരിക്കും വിഡ്ത്ത് പാസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് വിഡ്ത്ത് കൊടുക്കും. പക്ഷെ അതൊന്ന് ബട്ടൺ ഒന്ന് റെസ്പോൺസീവ് ആവണമെന്നുണ്ടെങ്കിലാണ് ഞാൻ ചെയ്യുന്നത് ഫൈനൽ വിഡ്ത്ത് ഓർ യു ക്യാൻ ഹാവ് ഫൈനൽ സൈസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി. സൈസ് ടൈപ്പിൽ സൈസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി ആൻഡ് പാസ് ദാറ്റ് സൈസ് ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ദിസ് ഡോട്ട് സൈസ് പാസ് ചെയ്തു ആൻഡ് വൈ ദിസ് ഇസ് നോട്ട് നള്ളബിൾ ആൻഡ് ഇവിടെ ഞാൻ നള്ളബിൾ ആക്കി. ദെൻ ഇതെന്തായിരിക്കും, സൈസ് ഡോട്ട് വിഡ്ത്ത് ആണ്, അൺകണ്ടീഷണലി ഇൻവോക്ഡ് ആണ് ആൻഡ് ഐ ക്യാൻ ഹാവ് സംതിങ് നോ, അൺകണ്ടീഷണലി ഇൻവോക്ഡ് ആണ്, സൈസ് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, ഇത് കൊടുത്തു. ഇനി ഇതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ടെക്സ്റ്റ് ആണല്ലോ, അല്ലെ സെൻറ്ററിൽ വരണം. സെൻറ്റർ ചൈൽഡ് ടെക്സ്റ്റ്. ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് വരണം, നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്ന ടെക്സ്റ്റ് വരണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, സ്ട്രിങ് ഫൈനൽ സ്ട്രിങ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു ആൻഡ് ഇത് ഇവിടെ പാസ് ചെയ്യണം ആൻഡ് സ്ട്രിങ് ഈസ് നള്ളബിൾ ആൻഡ് കം ഹിയർ. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ദിസ് ഡോട്ട് ടെക്സ്റ്റ് ആൻഡ് ഡീഫോൾട്ട് വാല്യൂ വേണം. ഞാൻ എന്ത് ചെയ്യണം, ഡീഫോൾട്ട് വാല്യൂ ഷുഡ് ബി സേവ് എന്നാണ്. ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ടെക്സ്റ്റിനെ കോൾ ചെയ്തു, ടെക്സ്റ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നള്ളബിൾ. ഓക്കെ, ടെക്സ്റ്റ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട്. ഒരു വാല്യൂം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാം. ബിക്കോസ് അവിടെ ഡീഫോൾട്ട് വാല്യൂ ഉണ്ടല്ലോ. നൾ സേഫ്റ്റി നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ഇത് നള്ള് വരില്ല, കാരണം ഇവിടെ ഡീഫോൾട്ട് വാല്യൂ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഐ തിങ്ക് ദ ഐഡിയ ഈസ് ക്ലിയർ. ദെൻ ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഹൈറ്റും വിഡ്ത്തൊക്കെ ഉണ്ട് ആൻഡ് യു നീഡ് സം ഡെക്കറേഷൻ. ബട്ടൺ പോലെ വേണം. അപ്പോൾ ഞാൻ ഡെക്കറേഷനെ കോൾ ചെയ്തു, ബോക്സ് ഡെക്കറേഷൻ. ഐ നീഡ് എ ബോർഡർ റേഡിയസ്. ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് സർക്കുലർ. ഐ ജസ്റ്റ് നീഡ് എ 12 റേഡിയസ്. Okay, the color should be your BTN color, BTN button color. Okay, now you can use that button in your screen. Header widget കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ താഴെ I can call my button and the text should be, and make sure that ഈ ടെക്സ്റ്റ് ഒന്നും കൊടുത്തില്ല. ഞാൻ അപ്പോൾ സേവ് ചെയ്തപ്പോൾ ഇവിടെ നോക്ക്, നമ്മളുടെ ബട്ടൺ വിഡ്ജറ്റിനകത്ത് എന്തൊക്കെ ഉള്ള ഹൈറ്റ് ഓക്കെ, വിഡ്ത്ത് ഇത് പാസ് ചെയ്യണം ആൻഡ് ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് റിക്വയർഡ്. ഓക്കെ, റിക്വയർഡ് ആക്കി. അപ്പോൾ ഇവിടെ എറർ ഉണ്ടായിരിക്കും, നമ്മൾ ഈ പേജിൽ എറർ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് എന്ത് പാസ് ചെയ്യണം, സൈസ്. ദാറ്റ് ഷുഡ് ബി സൈസ് ഡോട്ട് വിഡ്ത്ത് പാസ് ചെയ്തു. ഓക്കെ, ആൻഡ് വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ആർഗ്യുമെന്റ് ഡബിൾ ക്യാൻ ബി അസൈൻ ടു ദ പാരാമീറ്റർ ടൈപ്പ് സൈസ്. സൈസ് ഡബിളിലാണ് നമ്മൾ ചെയ്ത്. ഓക്കെ, നോ, യു ഹാവ് ടു പാസ് ദാറ്റ് സൈസ് ഇറ്റ്സെൽഫ്. ഇവിടെ വിഡ്ത്ത് അല്ലല്ലോ, സൈസ് തന്നെ പാസ് ചെയ്താൽ മതി. അവിടുന്ന് നമ്മൾ സൈസും ഹൈറ്റൊക്കെ നമുക്ക് അവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പാസ് ചെയ്യാം. ഇറ്റ്സ് യുവർ ചോയ്സ്. ഞാൻ ഒരു ടെക്സ്റ്റ് എഴുതി. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഹയർ മീ എന്നാണ് അതിൽ വേണ്ടത്. അവിടെ ഞാൻ എന്തോ നോ മോർ എന്ന് എഴുതിയേക്കുന്നത്, ഹയർ മീ എന്നാണ് വേണ്ടത്. തീം എന്ന് പറയുന്നത്, സ്റ്റൈൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് അല്ലേ, ഇവിടെ നമ്മൾ സ്റ്റൈൽ എഴുതിയിട്ടില്ല. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ സ്റ്റൈൽ ദിസ് തിങ് ആൻഡ് യു ക്യാൻ കോൾ ദ തീം ഡാറ്റ. ഫൈനൽ തീം ഡാറ്റ ഈക്വൽ ടു തീം ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ആൻഡ് യു ക്യാൻ യൂട്ടിലൈസ് ദാറ്റ് തിങ് ഹിയർ. തീം ഞാൻ പറഞ്ഞില്ലേ ഇൻഹെറിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീം ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ് തീമിനെ കോൾ ചെയ്യാം. ടെക്സ്റ്റ് തീം ഡോട്ട് ഐ നീഡ് ഡിസ്പ്ലേ മീഡിയം തന്നെ മതി, അല്ലെങ്കിൽ ബോഡി സ്മോൾ, ഇതായിരിക്കും നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ഇവിടെ വന്നിട്ട് സേവ് ചെയ്തു. ഇവിടെ വന്നാൽ നമുക്കൊരു ബട്ടൺ വരണം. ഫുൾ വിഡ്ത്തിലൊരു ബട്ടൺ ആയിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക, കാരണം നമ്മൾ അതിൻ്റെ വിഡ്ത്ത് കൊടുത്തേക്കുന്നത് എന്താണ്, സൈസ് ഡോട്ട് വിഡ്ത്ത് എന്നാണ് കൊടുത്തത്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ആക്ച്വലി നമ്മുടെ ബട്ടണകത്ത് വിഡ്ത്ത് എന്ന് പറയുന്നത് ഫുൾ വിഡ്ത്ത് എടുത്തിട്ട് അതിൻ്റെ ഒരു 0.35%, 35% എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഞാനൊന്ന് സേവ് ചെയ്തു. അപ്പോഴും പോരാ, എനിക്കതിൻ്റെ ഒരു 10% എടുത്താൽ മതി. ഫുൾ വിഡ്ത്ത് എടുത്തു. ആ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ വിഡ്ത്തോട്ട് എടുത്തേക്കുന്നത്.
സൈസ് ഡോട്ട് വിഡ്ത്ത് എടുത്തത് ഫുൾ സ്ക്രീനിൻ്റെ വിഡ്ത്താണ് എടുത്തത്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓക്കെ. ഇനി ഇത് റെസ്പോൺസീവ് ആവുമോ നോക്കാൻ വേണ്ടി ഇപ്പോൾ കണ്ടോ, അത് ഞാനിതൊന്ന് ചെറുതാക്കാം. ഇവിടെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ചെറുതാവുന്ന കണ്ടില്ലേ. ഓക്കെ ഓക്കെ, സോ ഓൾമോസ്റ്റ് ഓക്കെ. ഐ നീഡ് എ സ്പേസർ. അത് ആ ബട്ടൻ്റെയും അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസർ വേണം. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ സ്പേസർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. സ്പേസർ ഹൈറ്റ് വിഡ്ജറ്റിനെ കോൾ ചെയ്തു. സേവ് ദാറ്റ്. ഇവിടെ എന്ത് വരും, യു ഹാവ് എ ഗ്യാപ്പ് ഹിയർ. ഓക്കെ ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളുടെ എന്ത് വന്നു, നമ്മളുടെ ഡിസൈൻ വന്നു. ആൻഡ് വൈ യോ ദിസ് തിങ്, അതായത് ഇത് രണ്ടും ഒരേ ലൈനിൽ വരാത്തത് എന്ന് നമുക്കൊന്ന് ഇരുന്ന് ചിന്തിക്കണം എന്താണെന്നുള്ളത്. എവിടെയാണ് ആ പാഡിങ്ങിൽ വന്ന് മിസ്മാച്ച് വന്നതെന്നുള്ളത്. ഒരേ ലൈനിലാണ് ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ എക്സ്പെക്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് വരണം. ഈ റൈറ്റ് സൈഡിൽ വരാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊരു ഇമേജ് വേണം. സോ ലെറ്റ് മീ ടേക്ക് ആൻ ഇമേജ് ഫ്രം മൈ കമ്പ്യൂട്ടർ. സോ ഗോ ടു ഡൗൺലോഡ്സ്, ഫൈൻഡ് ആൻ ഇമേജ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഹാവ് ദിസ് ഇമേജ് ഇറ്റ് സെൽഫ്. ഞാൻ തന്നെയാണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്തു. ആൻഡ് ദിസ് ഷുഡ് ബി എ പ്രൊഫൈൽ ഇമേജ്. പ്രൊഫൈൽ. ഓക്കെ, ദെൻ ഇമേജ് വിഡ്ജറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഐ എം ഗോയിങ് ടു കോൾ അഗെയിൻ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് കണ്ടെയ്നർ ഉണ്ടാക്കിയതെന്ന് ഇപ്പം ഞാൻ ആ ഇമേജ് എടുക്കുന്നില്ല, വേറൊരു ഇമേജ് എടുക്കാം. ഓൾറെഡി അത് സർക്കിൾ ഇമേജ് ആണ്. സർക്കിൾ അല്ലാത്തൊരു ഇമേജ് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പം ഇതിനകത്ത് സർക്കിൾ അല്ലാത്തൊരു ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ പണിയായിരിക്കും. തിരഞ്ഞാൽ കിട്ടൂല, അതാണ് പ്രശ്നം. എല്ലാം ആകെ അവിയൽ പോലെ കിടക്കുകയാണ്. ഒരു ദിവസം സമയം കിട്ടിയിട്ട് വേണം മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യാൻ വേണ്ടി, ശരിയാക്കാൻ വേണ്ടി. ഓക്കെ, so let me download one image. That is the easiest way, I think. So അപ്പോൾ നമുക്ക് അൺസ്പ്ലാഷിൽ പോയിട്ട് എന്ത് ചെയ്യാം, അൺസ്പ്ലാഷിൽ നിങ്ങൾക്ക് ആട്രിബ്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഇമേജസ് എടുക്കാം. ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഒരു പ്രൊഫൈൽ ഇമേജ് സെർച്ച് ചെയ്യാം. പ്രൊഫൈൽ ഇമേജ്. അപ്പോൾ നമുക്ക് ഇവിടെ ഐ എം ഗോയിങ് ടു വിച്ച് വൺ, ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് ഔട്ട്. ഇതന്നെ ആയിക്കോട്ടെ. ഡൗൺലോഡ്, എനിക്ക് സ്മോളർ മതി. സ്മോളർ സൈസിലുള്ള ഒരു സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്തു. ആൻഡ് ഗോ ടു ദാറ്റ് ഡൗൺലോഡ്സ് ഫോൾഡർ, കോപ്പി ദാറ്റ്. അതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അതിന്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ ലെറ്റ് മീ റിമൂവ് ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിമൂവ് പേജിൽ പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇമേജ്. അപ്ലോഡ് ദാറ്റ് ഇമേജ്, ഓപ്പൺ. ദെൻ മാജിക്കലി ദാറ്റ് വിൽ റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, സോ ഡൗൺലോഡ്. ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ടായിരിക്കും, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ വേറെ ആണല്ലോ, അപ്പോൾ അതിങ്ങനെ എടുത്ത് കാണിക്കും. അതിനാണ് ആ ഇമേജ് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു പേസ്റ്റ് ഇറ്റ് ഹിയർ. ആൻഡ് ദിസ് ഷുഡ് ബി പ്രൊഫൈൽ എന്ന് കൊടുത്തു. ആൻഡ് ഓൾറെഡി ഉണ്ട്, ഓവർ റൈറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നൗ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ കണ്ടെയ്നറിനകത്ത് കണ്ടെയ്നറിന്റെ ചൈൽഡ് എന്ന് പറയുന്നത്, കണ്ടെയ്നറിന്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ബോക്സ് ഡെക്കറേഷനെ കോൾ ചെയ്തു. ഇമേജിനെ കോൾ ചെയ്തു. ഡെക്കറേഷൻ ഇമേജിനെ കോൾ ചെയ്തു. ഡെക്കറേഷൻ ഇമേജ് ഓർത്തിരിക്കേണ്ട കാര്യം എപ്പോഴും വരുന്നത് എവിടെ നിന്നായിരിക്കും, ഇമേജ് that is coming from asset image. So assets/img/profile.png. ഓക്കെ, മേ ബി ഇത് നമ്മൾ ഓൾറെഡി ആപ്പ് റൺ ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ ചെയ്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ആപ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റൺ ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ വരും. ആൻഡ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഇമേജ് ഹിയർ. വൈ? ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. assets/img/profile.png. Let me reboot this again. And what is happening here? Okay, that's why ഇമേജ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഞാൻ റൺ ചെയ്താൽ ഇമേജ് വരുമോ നോക്കാം. ഒരു ബിഗ്ഗർ ഇമേജ് ആയിരിക്കും അവിടെ വരുന്നത്, അതിൻ്റെ ഫുൾ സൈസിൽ. ബിക്കോസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. വെയിറ്റ് and wait for that image to be loaded. No, app to be loaded. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഫുള്ളി മലയാളത്തിലാണ് ഇത്തവണ പറയുന്നത്. മറ്റേ ഞാൻ മംഗ്ലീഷ് മിക്സ് ചെയ്തിരുന്നു. ഓക്കെ, ദിസ് വീഡിയോ ഇസ് ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. ഓക്കെ, ആൻഡ് ഫ്ലട്ടറിൽ ആദ്യമായിട്ട് വെബൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്, നോട്ട് ഫോർ എക്സ്പേർട്സ്. ഓക്കെ, എക്സ്പേർട്ടിന് ഇതിനകത്ത് ഉള്ളതൊന്നും ഇതിനകത്തില്ല. ആൻഡ് സ്റ്റിൽ ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ് ഇമേജ്. വാട്ട് ഈസ് ഇത് പ്രോബ്ലം? assets/img/profile.png എന്നാണ് ഞാൻ എഴുതിയത്. ഓക്കെ, img profile and profile.png and go to your assets. സ്പെക്കിൽ പോയിട്ട് അസെറ്റ് മാർക്ക് ചെയ്ത് നോക്കുക. യു ഹാവ് എ ടൈപ്പോ ഹിയർ. ഓക്കെ, ദാറ്റ്സ് എ പ്രോബ്ലം. അങ്ങനെ ഒരു അസെറ്റ് അവിടെ, ഫോൾഡർ അവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ let's reload this again. Still that problem.
ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് ഇറ്റ് അഗൈൻ. സെറ്റിങ്സ്, ഈ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ നമുക്കൊരു പബ് ലോക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ചേഞ്ച് ചെയ്ത സെറ്റിങ്സ് ഒന്നുകൂടി ആക്ടിവേറ്റ്, പുതിയ പബ് ലോക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത്, യു ക്യാൻ ഡിലീറ്റ് ദിസ് പബ് ലോക്ക്. ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ പബ് സ്പെക്ക് അല്ല, പബ് ലോക്ക് എന്ന ഫയൽ ഉണ്ട്, അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ടൈം ഞാൻ പബ് ഗെറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പബ് ലോക്ക് എന്ത് ചെയ്യും, ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഞാനിപ്പോൾ പബ് ഗെറ്റ് ചെയ്യാൻ കൊടുത്തു. ദെൻ ഇവിടെ അത് പബ് ഗെറ്റ് ചെയ്ത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഒരു പുതിയ പബ് ലോക്ക്, പബ് ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നൗ യു ക്യാൻ റൺ ദിസ് അഗെയിൻ. ഞാൻ ഒന്നുകൂടി റൺ ചെയ്തു. നൗ പുതിയ സെറ്റിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ സെറ്റിങ്സിൽ ഉണ്ടായിരിക്കും. മറ്റേത് ഐ തിങ്ക് ആ ഒരു പബ് ലോക്ക് ചെയ്ത ടൈമിലുള്ള സെറ്റിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിങ്സ് എപ്പോൾ ചേഞ്ച് ചെയ്താലും എന്ത് ചെയ്യണം, ബെറ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്യാണ് ബെറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമ്മളുടെ ഓക്കെ, നമ്മളെ ആപ്പ് റണ്ണായി വരുന്നു. വി ആർ എക്സ്പെക്ടിങ് ആൻ ഇമേജ് ഹിയർ. വെയിറ്റിംഗ്. ഓക്കെ, ആൻഡ് it's not coming, no image. Still you have problem. What is the problem? There is actually no problem is showing up here. Let me reload this again. Okay, assets ഒന്നുകൂടി നോക്കാം. assets/img കറക്റ്റ് അല്ലേ? assets/img/ ലാർജ് സ്ക്രീനിൽ വന്നിട്ട് നമ്മൾ ആഡ് ചെയ്തത് ഇവിടെയാണ് ആഡ് ചെയ്തത്. assets img കറക്റ്റ് ആണല്ലോ. then why it is not coming? ഓക്കെ, അതിനകത്ത് ഞാൻ ഹൈറ്റ് കൊടുത്തു, ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇമേജ് ഇവിടെ വന്നു. പക്ഷെ നമ്മൾ ആഡ് ചെയ്ത സ്ഥലം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്തത് എവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ആഡ് ചെയ്യേണ്ട എവിടെയാണ്, അപ്പുറത്തല്ലേ, റൈറ്റ് സൈഡിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ ഒരു സെക്ഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ചൈൽഡായിട്ടാണ് ആര് വേണ്ടത്, ആ കണ്ടെയ്നർ വേണ്ടത്. ഞാൻ ആഡ് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഇയാൾ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഈ കണ്ടെയ്നറിന് ഐ എം ഗോയിങ് ടു ഗിവ് ലെറ്റ് മീ ഹാവ് എ കളർ ഹിയർ. കളർ ഞാൻ റെഡ് കളർ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ വരിക നോക്കാം. അവിടെ colors.red. യു ഹാവ് എ റെഡ് കണ്ടെയ്നർ ഹിയർ. ഇതാണ് നമ്മളുടെ കണ്ടെയ്നർ. ഞാൻ ഇവിടെ വിഡ്ത്ത് എന്ത് ചെയ്തിട്ടില്ല, വിഡ്ത്ത് കൊടുത്തിട്ടില്ല. ഐ എം ഗോയിങ് ടു ടേക്ക് size.height. ഓക്കെ, ഐ തിങ്ക് ഐ ഡോണ്ട് നീഡ് ഹൈറ്റ്. വിഡ്ത്ത് എന്ന് പറയുന്നത് വിച്ച് ഷുഡ് ബി ആക്ച്വലി ഇതിൻ്റെ വിഡ്ത്ത് എന്താണ്, വിഡ്ത്ത് എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. ഇമേജ് ഇല്ല, കാരണം ഈ സെക്ഷൻ്റെ വിഡ്ത്ത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹാഫ് ആയിരിക്കും വിഡ്ത്ത്. പക്ഷെ നമുക്ക് എന്ത് വേണം, നമുക്കൊരു ഫിക്സഡ് വിഡ്ത്ത് ഇവിടെ വേണം, ഹൈറ്റ് വേണം. ദാറ്റ് ഷുഡ് ബി size.height സ്റ്റാർ. ഞാൻ എന്ത് ചെയ്തു, ഒരു 45 മൊത്തം ഹൈറ്റിൻ്റെ 45% എടുത്തു. വിഡ്ത്ത് എന്ന് പറയുന്നത് size.width തന്നെ കൊടുത്തു. ഓക്കെ, സെയിം സ്റ്റാർ 45. and what will be the output? That should be a bigger one. I don't need that. Okay, and ഇവിടെ വന്നിട്ട് width എന്ന് പറയുന്നത് not 45, this should be, ഇത് മൾട്ടിപ്ലൈ ചെയ്തത് അതുകൊണ്ടാണ്. that should be 45% ആണ്. save that. now you have something like this, and I need this to be in a circle. എങ്ങനെയാ സർക്കിൾ ആക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഡെക്കറേഷനകത്ത് ഷേപ്പ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. that should be boxshape.circle, and now I think you will get a circle with that image. and അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേറൊരു കളർ വേണം. നമ്മളുടെ ആ ഒരു കളറിൻ്റെ ഒരു വേരിയൻറ്റ് വേണം. അതായത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് റെഡ് അല്ല വേണ്ടത്. എൻ്റെ പ്രൈമറി കളർ ഞാൻ എടുത്തു. ഡോട്ട് വിത്ത് ഐ എം ഗോയിങ് ടു ഹാവ് എ ബ്ലൂ ഹിയർ വിത്ത് ഒരു 58 ബ്ലൂ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ദെൻ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലൂ വരും. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഈസ് ഓക്കെ. ഈസ് ദാറ്റ് ഓക്കെ? ദാറ്റ് ഈസ് ഓക്കെ ഓൾമോസ്റ്റ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ വാല്യൂ കൂട്ടി കൊടുക്കാം. ഞാൻ 122 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഒന്നുകൂടി ബ്രൈറ്റർ ബ്ലൂ വരും. ദാറ്റ് ഈസ് ഓക്കെ. ആൻഡ് നൗ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഹെഡർ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇത് ഒറ്റ വീഡിയോയുടെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല.
മൾട്ടിപ്പിൾ വീഡിയോസ് ആയിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. ഓരോരോ സെക്ഷൻ ചെയ്തിട്ട് അടുത്ത പേജസ് ഒക്കെ ചെയ്തിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം ഒന്ന് പക്കയാക്കിയിട്ട് എന്ത് ചെയ്യണം, നമുക്കിതൊന്ന് ഹോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റും ആവും, നിങ്ങൾക്ക് ഇത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ ഇതാണ് നമ്മളിപ്പോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. അതായത് ഇതിന്റെ താഴെ നമുക്ക് എന്ത് വേണം, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അബൌട്ട് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ താഴെ ഈ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യണം, ദെൻ ഈ ഏരിയ ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശം. സോ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഇത്രയും ചെയ്തു. ഇനി ഇതിന്റെ ബാക്കി ചെയ്യല് എന്തായാലും ഞാനിത് ചെയ്യും. ബിക്കോസ് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ഫ്ലട്ടറിൽ ഒരു വെബ്സൈറ്റ് എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്യണം. ബിക്കോസ് നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഫ്ലട്ടർ സ്റ്റേബിൾ ആയി വന്ന് എല്ലാവരും ഫ്ലട്ടറിലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, വെബൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് നമുക്ക് ഒറ്റ കോഡ് എഴുതി എല്ലാം കൂടി എന്ത് ചെയ്യാം, ആപ്പും വെബും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് കുറേ വീഡിയോസ് ഉണ്ടായിരിക്കും ഇതിനകത്ത്. കാരണം ഇതിനകത്ത് ഇതിന്റെ വെബ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ടാബ്ലറ്റ് മോഡിലും മൊബൈൽ മോഡിലും ഒക്കെ ഇതിനെ എന്ത് ചെയ്യണം, ഇത് മൊത്തത്തിൽ ഈ UI നമ്മളൊന്ന് മൊത്തത്തിൽ മാറ്റിമറിക്കണം. എന്നിട്ട് അതിൽ ഫയർ ബേസ് കണക്ട് ചെയ്യണം. അവിടുന്ന് നമ്മളെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റികളുണ്ട്. ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഒരു 4 ഡേയ്സ് ഗ്യാപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഫ്ലട്ടർ സീരിയസ്ലി ഫ്ലട്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ വാച്ച് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മീ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സപ്പോർട്ട് മീ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഐ ആം എക്സ്പെക്ടിങ് കമൻസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഷെയർ മൈ വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. Okay, and I need subscribers because people are watching, they're not subscribing. I don't know why. Maybe നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും കുറെ ആളുകൾ നല്ലത് പറയുന്നുണ്ട്, അവർക്കൊക്കെ പ്രത്യേക താങ്ക്സ്. ഓക്കെ, എനിവേ ഐ കം അപ്പ് വിത്ത് ദ റിമൈനിങ് സെക്ഷൻസ്. ഇതിനകത്തുള്ള അടുത്ത സെക്ഷൻ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ see you soon. Thank you for watching. Okay, and don't forget to try this out. Okay, and if you want, you can add a shadow, something like this. Okay, we'll do it in the next video. Okay, thank you for watching. Bye.